നാം അല്ലാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ രാജാവായ ഉടമയായ അല്ലാഹു നമ്മളോട് എന്തെല്ലാമാണോ കൽപ്പിച്ചത് അതെല്ലാം ശിരസ വഹിക്കുമ്പോഴാണ് നമ്മൾ അബ്ദുള്ളയായി അള്ളാഹുവിന്റെ അടിമ എന്ന പോസ്റ്റിലേക്ക് എത്തും. അടിമകൾ പലതരത്തിലും ഉണ്ട്. അബ്ദുദ്ദീനാർ പണത്തിന്റെ അടിമ. അവർ ഏറെക്കുറെ നശിച്ചവരാണ്, പരാജയപ്പെട്ടവരാണ്. അവരെ കുറിച്ചാണ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവരുടെ ജീവിതത്തിലെ പ്രധാന പണി തന്നെ അക്കൗണ്ട് ബാലൻസ് നോക്കിക്കൊണ്ടിരിക്കലാണ്. വേറെ പണിയൊന്നുമില്ല. ഒരു സ്ഥലം വിൽപ്പനക്കുണ്ട് പോലും, മറ്റേ സ്ഥലം ചെറിയ പൈസക്ക് കൊടുക്കുന്നുണ്ട് പോലും, അവിടെ നല്ലൊരു ബിസിനസിന് സ്കോപ്പ് ഉണ്ട്. തന്നെ അവരുടെ പണി, വേറെ പണിയൊന്നുമില്ല. അതേ ടീമിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഈ ഉണ്ടാക്കി എത്രയാ മരിച്ച് പോകുന്നവരെ ഉണ്ടാവും എന്നൊക്കെ പറയണത് അവരെ കുറിച്ച്. അവര് അബ്ദുദ്ദീനാറാണ്, പൈസന്റെ അടിമയാണ്. പണം ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ല. അതുകൊണ്ടാണ് പണത്തിന്റെ പേര് തന്നെ ദീനാർ എന്നാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ ദീൻ, പണം കൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. ദീൻ പ്ലസ് നാർ ഈസ് ഈക്വൽ ടു ദീനാർ. പക്ഷേ ദീൻ വാങ്ങുന്നവർ ലോകത്ത് ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവൂ. എത്ര ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിലും ഇതാ അറദ അലൈഹി ദുനിയ, പണം കുറച്ച് കൂടിയാൽ വസബ അലൈഹി, പിന്നെ ആഖിറക്ക് മറന്നു. പണം ഇല്ല എന്നുള്ളത് കൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെട്ടുന്നോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പണമുള്ള അമ്പിയാക്കളുണ്ട്, പണമുള്ള സ്വഹാബിമാരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പണം കൊണ്ട് ആഖിറം മറക്കുന്നവരാണ് അബ്ദുദ്ദീനാർ. അവർ പണത്തിന്റെ അടിമകളാണ്. അവരേത് കാര്യം ചെയ്യുമ്പോഴും എനിക്കെന്താ ലാഭം കിട്ടാന്നേ ആലോചിക്കൂ. ഉദാഹരണത്തിന് നമ്മുടെ പരിസരത്തുള്ള ഏറ്റവും വലിയ ടൗണിൽ 50 സെന്റ് ചെറിയ പൈസക്ക് ഒരാൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ ഒരു ആലിം ആലോചിക്കൽ എന്താണ്, ഒരു പ്രമാണി ആലോചിക്കൽ എന്താണ്? ഒരു പ്രമാണി അദ്ദേഹത്തിന്റെ അനുജനെ അല്ലെങ്കിൽ സുഹൃത്തിനെ ഖത്തറിലേക്ക് മിസ് കോൾ അടിച്ച് ഒന്ന് വിളിക്കോന്നൊക്കെ ചോദിച്ച് വിളിച്ച് ചെറിയ പൈസക്കാ കൊടുക്കുന്നത്, വെറും 2 കോടി. അയാൾക്കെന്തോ ബിസിനസ്സിൽ പൊട്ടിയത് കൊണ്ട് കൊടുക്കുന്നതാണ്. ഞാൻ 1 കോടി ഒപ്പിക്കുക, നിന്റെ അടുത്ത് മനസ്സിലാറുണ്ടോ എന്നാണ് ചോദിക്കുക. അതേ സ്ഥലത്തിനെ കുറിച്ച് ഒരു ആലിം പറഞ്ഞാൽ എന്താ ചോദിക്കാന്ന് പറഞ്ഞാൽ അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ജുമുഅ ഖുതുബയിലും ജുമുഅക്കും പങ്കെടുക്കാൻ അവസരമില്ല. കാരണം അവിടെയുള്ള 2 പള്ളിയും വഹാബികളുടേതാണ്. അതുകൊണ്ട് ഒരു സുന്നി പള്ളി അവിടെ എടുക്കാൻ എന്താണ് വകുപ്പ്? കണ്ടോ ഒരേ പണം കൊണ്ട് സ്വർഗം ആലോചിക്കുന്നവരുണ്ട്, ദുനിയാവ് ആലോചിക്കുന്നവരുണ്ട്. അതാണ് ബുർദയിൽ പറഞ്ഞത് ആഖിറം വാങ്ങേണ്ടതിന് പകരം ദുനിയാവ് ഒരാൾ ആഖിറം വിറ്റിട്ട് വാങ്ങിയാൽ അയാൾ നടത്തുന്ന കച്ചവടം വമ്പൻ നഷ്ട കച്ചവടം. ഇതാണ് അബ്ദുദ്ദീനാർ. എനിക്കെന്താ കിട്ടുക, എനിക്കെന്താ ലാഭം, ഇത് മാത്രമേ മൂപ്പരാലോചിക്കൂ.
രണ്ടാമത്തെ ഒരു ടീമാണ് അബ്ദുൽ ഹവ, ആഗ്രഹങ്ങളുടെ അടിമ. എന്താണോ മൂപ്പര് ആഗ്രഹിക്കുന്നത് അത് ചെയ്യും. മൂപ്പരുടെ ഗൈഡ് ആഗ്രഹമാണ്. ഉറങ്ങണം, ഉറങ്ങും. അല്ല മോനെ, ഇത് ജുമാ ഖുതുബന്റെ സമയമല്ല, ഈ സമയത്താണ് ഉറങ്ങണത്. എനിക്ക് ഉറങ്ങാൻ വന്ന് ഉറങ്ങും. വേർന്ന് ആ പെണ്ണ് നിനക്ക് പറ്റില്ലടോ. നമുക്ക് കുഫു വെക്കുന്ന ഒരു പെണ്ണല്ല മോനെ. അല്ല മോളെ, ആ ചെക്കനെ നിനക്ക് പറ്റില്ല. ഉപ്പിയുമിയും നോക്കിയിട്ട് നല്ല ഒന്നിനെ നിനക്ക് ഇണയാക്കി സെറ്റാക്കാം. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഞാൻ ഒരു പെണ്ണിനെ കണ്ടിന് കെട്ടിയിരിക്കും. ഇതാണ് അബ്ദുൽ ഹവ. അവർക്ക് നബി എന്നോ കിതാബെന്നോ അല്ല എന്നോ ഒന്നും ചിന്ത ഉണ്ടാവില്ല. ഞാൻ ആഗ്രഹിച്ച് ചെയ്യും. എല്ലാ മോനെ, എന്റെ വണ്ടി കുറച്ച് സ്പീഡാന്ന് നാട്ടുകാർ പറയണ്ടല്ലോ. ഞാൻ നാട്ടുകാരെ വണ്ടി ഒന്നല്ലല്ലോ ഓടിക്കണത്. എന്റെ വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം. കണ്ടോ അബ്ദുൽ ഹവ. ദുരാഗ്രഹങ്ങളുടെ അടിമയാണ്. ആഗ്രഹത്തിന്റെ അടിമകളും പണത്തിന്റെ അടിമകളും പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെ ആകെ വിജയിച്ചവർ ലോകത്ത് ഒറ്റ ടീമേ ഉള്ളൂ. അതാരാ? അബ്ദുല്ലാ. അവർ അല്ലാഹുവിന്റെ അടിമയാണ്. ലോകത്തെ അബ്ദുള്ള എന്നുള്ളതിനേക്കാൾ വലിയൊരു ക്വാളിറ്റി വേറൊന്നും ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ പോലും അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് വറസൂലുഹു എന്നുള്ളത് പറയുന്നത്. കണ്ടോ റസൂൽ എന്ന ക്വാളിറ്റി പറയുന്നതിന് മുമ്പ് അബ്ദ് എന്ന ക്വാളിറ്റിയെ പറയാനുള്ള കാരണം എന്താണ്? അബു അലി ദഖാഖ് റഹിമഹുല്ലാഹ് എഴുതി വെച്ചല്ലോ, അതിനേക്കാൾ നല്ലൊരു വിശേഷണം ലോകത്തൊരു മനുഷ്യന് കിട്ടാനില്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ചില്ലറക്കാരനൊന്നല്ല. ഞാൻ ആരെ അടിമയെന്നറിയോ? അതാണ് അബ്ദുല്ലാ. ലോകത്തിന്റെ അധിപനായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. പിന്നെ എനിക്ക് പേടി. ഏത് പ്രശ്നവും സമർപ്പിക്കാൻ പറ്റിയ കേന്ദ്രമാണ് അല്ലാഹ്. കണ്ടോ ഏത് ടെൻഷനും ഏത് സന്തോഷവും അല്ലാഹുവിന്റെ അടുത്ത് സമർപ്പിക്കാൻ പറ്റും. രാത്രി 10:30 വരെയാണ് ഓഫീസ് ഉള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇന്നലെ വരെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എവിടത്തേക്കോ ഫ്ലൈറ്റ് കയറി. അങ്ങനെയൊന്നുമില്ല. ഉറക്കൂല്ല, തൂങ്ങി ഉറക്കൂല്ല. അള്ളാഹിനോട് ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ ദ്വാരക്കുമ്പോ അള്ള പറയോ? ഇന്നലെ പാതിര വരെ ഞാൻ ഇന്നെ കാത്തുന്നു, ഇന്നെ കൊണ്ടാവില്ല. ഇല്ലല്ലോ. പറയൂ ഇല്ല. അപ്പോൾ അബ്ദുല്ല എന്നുള്ള ഒരു ക്വാളിറ്റിയിലേക്കാണ് നമ്മളെല്ലാം വളർന്നു വരേണ്ടത്. അബ്ദുല്ലമാരുടെ ക്വാളിറ്റി എന്താ? അവർ എല്ലാം അല്ലാഹുക്ക് വിട്ടുകൊടുക്കും. എല്ലാം അല്ലാഹുക്ക് വിട്ടുകൊടുക്കും. ആബ്സല്യൂട്ട്ലി തവക്കുലുള്ളവരാണ്. അവരുടെ മുഴുവൻ അല്ലാഹ്. സൗർ ഗുഹയിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ശത്രുക്കൾ നമ്മളെ ഇപ്പം കാണും നബി. അവർ വല്ല ഉപകരണം എടുത്ത് നോക്കണ്ട, വേറെ ഏതെങ്കിലും കണ്ണാടി എടുത്ത് നോക്കണ്ട. അവരുടെ കാലിലേക്ക് നോക്കിയാൽ തന്നെ നമ്മളെ കാണും. അപ്പൊ തങ്ങൾ എന്താ പറഞ്ഞ? ഇന്നല്ലാഹ മഅനാ. നമ്മുടെ കൂടെ അന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ കാണും? അതെ. പിന്നെ മോന്റെയോ മോളോ നിക്കാഹ് കുറച്ച് വൈകിയാൽ കല്യാണം സെറ്റ് ആവാത്തതിന്റെ വലിയ എന്തിനാ ടെൻഷൻ? നമുക്കെതിരെ ടെൻഷൻ. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് എങ്ങനെ ടെൻഷൻ ഉണ്ടാവുക? മുഅ്മിൻ എന്ന പദം വരുന്ന തന്നെ അംന് എന്ന പദത്തിൽ നിന്നാണ്. അംന് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പേടിയില്ല. പിന്നെ എങ്ങനെ ടെൻഷൻ ഉണ്ടാവും? ചില ഭാര്യയും ഭർത്താവൊക്കെ തെറ്റിയാൽ തന്നെ ഓരോ സ്റ്റാറ്റസ് ഉണ്ടാവും. മനസ്സിലാവും എന്തോ ടെൻഷനിലാണ്. ആർക്കും തിരിയാത്ത 2 സ്റ്റാറ്റസ് ഉണ്ടാവും. കാർമേഘങ്ങൾ കറുത്തിരുണ്ട് മൂടിപ്പോകുമ്പോൾ കാറ്റ് നിനക്ക് ഇവിടത്തേക്ക്. ഇതെന്താ പറയുന്നല്ലോ മനസ്സിലാവില്ല.
നിരാശപ്പെടേണ്ടവരല്ല മുഅ്മിൻ. എന്തിനാ നിരാശ? ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്തു. കൊല്ലാൻ വേണ്ടി ചെയ്ത പ്ലാൻ എന്താണെന്നറിയോ? 2 സിംഹങ്ങളെ വിളിച്ചു. ഐ മീൻ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു. 2 സിംഹങ്ങളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു. അതിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും. എന്നിട്ടോ ഈ കിണറ്റിലേക്ക് താഴ്ത്തി. അവര് വിചാരിച്ച് കടിച്ചു കയറി തിന്നുന്നത് ലൈവായിട്ട് കാണാം. അത്യാവശ്യം വ്യൂവേഴ്സും ഉണ്ട്. ലൈവായിട്ട് കാണാം. ആ 2 സിംഹവും പോയിട്ട് ഈ നബിയുടെ മുമ്പിൽ നിന്ന് കരയാണ്. അവരാകെ ലിബരായി. പിന്നെ സംഭവിച്ചെന്താ? അർമിയ അലൈഹിസ്സലാം ഷാമിലുണ്ട്. അർമിയ നബിയോട് അല്ലാഹു പറഞ്ഞു, എന്റെ ഇന്ന് അടിമയായ ദാനിയേൽ അലൈഹിസ്സലാം വിശന്നിട്ട് കിണറ്റിലുള്ളത്, ഫുഡ് കൊണ്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഹോം ഡെലിവറി. സ്ട്രീറ്റ് നമ്പർ 8, 4ാമത്തെ വീട്. ഡ്രൈ ചിക്കൻ, അൽഫാം, മയോണീസ് വെക്കണം. ഈ അല്ലാഹ് തന്നെ നമ്മളെ അപ്പോൾ പിന്നെ മൂഡ് ഓഫിന്റെ ഇമോജിക്ക് മൂമിന്റെ സ്റ്റാറ്റസിൽ സ്കോപ്പ് ഉണ്ടാവില്ല. ആ വിളിയുടെ ഗാംഭീര്യം എത്ര, ആ വിളിയുടെ ശക്തി എത്ര, ആ വിളിയുടെ സൗന്ദര്യം എത്ര. ഈ അല്ലാഹ് എന്ന വിളിയുടെ താല്പര്യം എന്താണെന്ന് അറിയോ? ശരിക്കും ഒരാൾ എന്ത് ആവശ്യം ഉന്നയിച്ചിട്ടാണോ അല്ലാഹ് എന്ന് വിളിക്കുന്നത്, അതാണ് അല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം. തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ഒരു മനുഷ്യൻ അല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം യാ ഗഫൂർ യാ അല്ലാഹ്. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഒരാൾക്ക് ജോലി സെറ്റ് ആവണില്ല, ഷോപ്പ് ക്ലിക്ക് ആവണില്ല, ബിസിനസ് സെറ്റായി കിട്ടണില്ല. അല്ലാഹ് എന്ന് പറയുമ്പോൾ യാ റസാഖു യാ അല്ലാഹ് എന്നതിന്റെ അർത്ഥം. ഒരാൾക്ക് ഭക്ഷണം സെറ്റായി കിട്ടണില്ല, എന്താന്നറിയില്ല, യാ മുഖീതു യാ അല്ലാഹ് എന്നായിരിക്കും അപ്പോൾ അയാൾ വിളിക്കുന്ന അല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം. ദർദരി ഇമാം വിശദീകരിക്കുന്ന അതിമനോഹരമായ വിശദീകരണം കാണാം. നമ്മളൊന്ന് പഠിച്ചു നോക്കിയ അല്ലാഹുവിനെ കുറിച്ച് എന്ത് രസമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം അല്ലാഹു വിട്ടുകൊടുക്കും ഫുള്ള്. അല്ലാതെ ഏതെങ്കിലും ഹാജിയാരോട് മോളെ കല്യാണം വരുന്ന 18-ാം തീയതി ഉസ്താദിനെ പറയാൻ വിട്ടു വരണോട്ടോ, നേരത്തെ കാലത്തെ വരണത്തൊക്കെ പറഞ്ഞു. കല്യാണം 18 ആയല്ലോ, ഫെബ്രുവരി 18 അതെ, അല്ല മാർച്ച് 18 അങ്ങനെ ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കി. ക്യാഷൊക്കെ ഒത്തിട്ടുണ്ടോ? എത്ര ആളുടെ കല്യാണം? 1800 ആളുടെ. അപ്പൊ മെഗാ കല്യാണമാണല്ലോ. ക്യാഷൊക്കെ ഒത്തോ? ഓ ക്യാഷ് ഞാനൊരു 10 ലക്ഷത്തിന്റെ കുറിയുണ്ട്, അത് ഈ 1-ാം തീയതി കിട്ടും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5 ലക്ഷം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഈ ആഴ്ച തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കരുതി വെച്ചിരുന്നു, 4-5 ലക്ഷം. പിന്നെ അള്ള ഉണ്ടല്ലോ. എത്രാമത്തെ? 4-ാമത്തെ. അടിപൊളി. തവക്കൽതു അലല്ലാഹ് എന്നുള്ളത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതോ തർക്കീബ് വെക്കാനുള്ളതോ അല്ല. അല്ലാഹ് അത് ഹൃദയ ഭാഷയുടെ ഒരു പേരാ. സുലൈത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് വഴിമധ്യേ തന്റെ കുതിര ചത്തു. ജാമിയ കറാമത്തിൽ ഔലിയായിൽ കാണാം അല്ലാഹ് ഒരു വിളി. അപ്പൊ കുതിരക്ക് ജീവൻ വന്നു. വീട്ടിലെത്തിയൊരു കുതിര ചത്തു. അതിന് പ്രശ്നമില്ലല്ലോ. പെട്രോള് വഴിന്ന് തീരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അല്ലാഹ് ആ അല്ലാഹനെ നമുക്കും വിളിക്കാൻ കഴിയണം. അല്ലാഹ്. അപ്പോഴാണ് ഒരാൾ അബ്ദുല്ലാഹ് എന്ന കാറ്റഗറിയിലേക്ക് വളർന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ കാര്യങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ അല്ലാഹു അബ്ദ് എന്നാണ് റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. എൻ്റെ അടിമക്ക് ഞാൻ ഖുർആൻ കൊടുത്തു. എൻ്റെ അടിമക്ക് ഹലോ എൻ്റെ അടിമക്ക് കൊടുത്തു. കണ്ടോ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. എൻ്റെ അടിമയെ രാപ്രയാണം
എന്നിട്ട് എന്റെ അടിമക്ക് ഞാൻ പലതും 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 കൊടുത്തു. അതങ്ങനെ പറയണത്. അതിനേക്കാൾ വലിയ പോസ്റ്റ് ലോകത്തില്ലേ? അബ്ദുള്ള എന്ന പോസ്റ്റിന്റെ മുകളിൽ പറക്കാൻ ഒരാളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ചിറകുമില്ല. നമ്മളൊക്കെ ആവേണ്ടത് അബ്ദുള്ളമാരാണ്. അതുകൊണ്ടാണ് സീസൺ അല്ലാത്ത കാലത്ത് വളരെ ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സ് കഴിക്കുന്ന സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹയോട് കുല്ലമാ ദഖല അലൈഹാ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചല്ലോ, അല്ല മറിയം ബീവി അന്നാലക്കി ഹാദാ, ഇതെവിടുന്ന് ടീ ഫ്രൂട്ട്സ് ഒക്കെ? ഇതൊന്നും സീസൺ അല്ലല്ലോ ഇത്. മറിയം ബീവിക്ക് എന്തൊക്കെ മാസ് ഡയലോഗ് തള്ളി മറിക്കാം. ഞാൻ പിന്നെ ഡെയിലി നന്നായിട്ട് ഇബാദത്ത് ചെയ്യും. പിന്നെ ഞാൻ വന്നിട്ട് വേഗം ഫലം ഉണ്ടാവും ചെയ്യും. അധികാളും പറയലുണ്ട് ഞാൻ ദ്വാരന്നിട്ട് രോഗം മാറിയെന്ന്. ഓൺലൈൻ മജീദ്സാരുടെ അസുഖമാണത്. ഹദ്ദാദിന്റെ വർക്കത്ത് ഓറ വർക്കത്താക്കി മാറ്റുന്ന ഒരു കാലാണ്. ഹദ്ദാദിൽ ഈ ജൂതിയ മാത്രം വെച്ചാല് ഫലം ഉറപ്പാണ്. എന്നാലും നമ്മളെ സ്വന്തം വർക്കത്താക്കുന്ന കാലാണ്. അതിന് താത്താമാര് വീണു പോലും ചെയ്യും. ഇപ്പൊ താത്താമാരൊക്കെ ഹദ്ദാദല്ലല് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇഞ്ചി അടക്കുമ്പോയിരിക്കും ഈമാനോടെ മരിപ്പിക്കണം. വെരി ഗുഡ്. നമ്മുടെ ഖൽബ് നന്നാവാന്, സ്വഭാവം നന്നാവാന് ആദ്യം ചെയ്യേണ്ടത് ദിക്റുകൾ അതിന്റെ ആദാബുകളോട് ചൊല്ലലാണ് എന്ന് മനാഹിജുൽ അഖ്ലാഖുസ് സനിയയിൽ ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യൻ ഇമാം ഫാക്കിഹി റഹിമഹുല്ലാഹ് പറയുന്നു. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ സ്വഭാവം നന്നാവണം എന്നുള്ളത്. സ്വഭാവം നന്നായാൽ വേഗം സ്വർഗത്തിലെത്താൻ പറ്റും. അതാണ് സ്വാലിഹ് എന്ന പദത്തിന്റെ അർത്ഥം. ഒരാൾ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടും നല്ല സ്വഭാവം, നാട്ടുകാരോടും നല്ല സ്വഭാവം. അപ്പോഴാണ് ഒരാൾ സ്വാലിഹാവുക. അതാ പൂച്ചനെ കെട്ടിയിട്ട് പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണായിട്ടും നരകത്തിലെത്താനുള്ള കാരണം ആ പെണ്ണ് സ്വാലിഹത്തല്ല. അതന്നെ അതിന്റെ കാരണം. നാട്ടുകാരോട് ദുസ്വഭാവം കാണിച്ചാൽ അള്ളാഹ് പൊറുക്കൂല. അള്ളാഹിനോട് എന്തെങ്കിലും കാണിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇബ്നു ഹജർ അങ്ങടെ തുഹഫന്റെ 8 കാണാം. അത് സാധ്യത. നമ്മൾ സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടും നല്ല സ്വഭാവം, നാട്ടുകാരോടും നല്ല സ്വഭാവം. ചില ആള് ധാരാളം ദിക്റൊക്കെ ചൊല്ലും, പക്ഷെ നല്ല സ്വഭാവമായിരിക്കും. പരാജയം. യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട് പരാജയം. അപ്പൊ നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണ് നമ്മളെ സ്വഭാവം നന്നായി കിട്ടണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ സൽസ്വഭാവമുള്ളവരാണ്. നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. തങ്ങൾക്ക് അയാളോട് വലിയ ഇഷ്ടമായിരിക്കും. സൽസ്വഭാവം ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ഇമാമിങ്ങൾക്കിടയിൽ ഗഹനമായ ചർച്ച ഉണ്ടതില്. ഗസാലി ഇമാമാണ് ഏറ്റവും ഗംഭീരമായിട്ട് ചർച്ച കൊണ്ടുവന്ന പണ്ഡിതൻ. ഒരാളുടെ സ്വഭാവം നന്നാക്കാൻ പറ്റുമോ അല്ല പ്രകൃതി അങ്ങനെ ഉണ്ടാവുന്നതാണോ? നല്ല ചർച്ച ഉണ്ടല്ലോ. ചില ആൾക്ക് പ്രകൃതിയാ നല്ല പാല് പോലത്തെ സ്വഭാവമായിരിക്കും. ചില ആളുടേത് അങ്ങനെ അല്ല. പ്ലസ് 1 ചേരുമ്പോ ഒക്കെ വളരെ മീസാൻ ഓതുന്ന കാലത്തൊക്കെ പരുക്കനായിരുന്നു. ബുഖാരിയൊക്കെ ഓതുമ്പോഴേക്ക് ശരിയായി വന്ന് നല്ല സ്വഭാവമായി. അങ്ങനെയോ മാറും. ചില ആളുടേത് എപ്പോഴും ഒരു കടുംപിടുത്ത സ്വഭാവമായിരിക്കും, ഒരു റിജിഡ് ആയിരിക്കും. അവിടെയാണ് ഇമാമിങ്ങൾ ചർച്ച ചെയ്യണത്. സ്വഭാവം നന്നാക്കാൻ പറ്റുമോ അല്ല ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത ഒരു സാധനമാണോ? ഇമാമിങ്ങൾ ഗസാലി ഇമാം അടക്കം പറഞ്ഞു ഏത് ദുസ്വഭാവവും നന്നാക്കാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് പറയാ, ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണോ. പോസിബിൾ അല്ലാത്ത കാര്യം തങ്ങൾ പറയും. അത് നടക്കാത്ത കാര്യമാണെങ്കിൽ തങ്ങൾ പറയും സ്വഭാവം നന്നാക്കണോ. ഇല്ലല്ലോ. ഹസ്സിനു അഖ്ലാഖക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് പോസിബിൾ ആണെന്ന്. നടക്കും. ഉറപ്പല്ലേ? വൈൽഡ് ആനിമൽസ്
വന്യജീവികൾ അതിനെ ശരിപ്പെടുത്തുന്നില്ല. സർക്കസിലേക്ക് കൊണ്ടുവരുമ്പോ കടിച്ചു കയറുന്ന ജീവികൾ, പുലി, സിംഹം, ഇതിനെ വളയം ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലൂടെ ജമ്പ് ചെയ്യുന്ന ശരിയാകുന്നുണ്ടല്ലോ. വാവാ സുരേഷ് എല്ലാം പാമ്പിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. കരടി ശരിയാകുന്നുണ്ട് സർക്കസിലേക്ക് വരുമ്പോ, എല്ലാം ശരിയാകും. കാട്ടാനന ചങ്ങലക്കിട്ട് വാരിന് മുറുക്കി ശരിയാക്കി. ഇപ്പൊ കയറ് കെട്ടിയാൽ പോലും മൂപ്പര് കാല് കുടയൂല. ചങ്ങലയാന്ന് പഴയ ഓർമ്മയിൽ, പണ്ടത്തെ ഓർമ്മയിൽ ശരിയാകുന്നുണ്ടല്ലോ. ആകെ ശരിയാവാൻ നമ്മളെ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് പറഞ്ഞത് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം. അപ്പൊ സ്വഭാവം നന്നാകാനൊക്കെ പറ്റും. സ്വഭാവം നന്നാവാൻ പ്രധാനമായിട്ട് 3 പരിപാടിയെ ചെയ്യണം. ഒന്ന് ദിക്റുകൾ ചെല്ലുമ്പോൾ അദബുകൾ പാലിച്ചിട്ട് ചൊല്ലുക. ദിക്റുകൾ ചൊല്ലുമ്പോൾ അദബുകൾ പാലിച്ചിട്ട് ചൊല്ലുക. 2 നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടുക. നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടുക. മക്കളൊക്കെ മിക്കവാറും കേടുവരുന്നത് മോശം കൂട്ടുകാരുടെ ഒന്നിച്ചായതുകൊണ്ടാണ്. അതാ ഗസാലി ഇമാം ഹിയയിൽ മക്കളെ നന്നാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ ആദ്യ പാർട്ടിൽ തന്നെ പറഞ്ഞു സുയാനത്തുൻ അൻ ഖുറനാഇ സൂ, മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം. അപ്പൊ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കുമ്പോ അവിടെ ഏത് തരത്തിലുള്ളവരാണ് എന്നൊരാലോചന പാരന്റ്സിന് ഉണ്ടാവണം. 3-മത്തത് കിതാബുകൾ പറയുന്നു സ്വഭാവം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി. 3-മത്തത് ഗസാലി ഇമാം റഹിമഹുള്ളയുടെ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് മുത്താല ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് നോക്കി പഠിച്ചാൽ മതി. ഈ വാളിന്റെ ഫലം എന്നോണം ഈ റമദാനിലെ നാട്ടുകാരുടെ ദർസ് പ്രിയപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അങ്ങനെ നടക്കട്ടെ, അല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കട്ടെ. മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് ആരെങ്കിലും മുത്താല ചെയ്ത് തീർത്താൽ അയാളുടെ സ്വഭാവം വേഗത്തിൽ ശരിയാവും. നമ്മളൊക്കെ പഠിക്കണ കാലത്ത് അവസാനത്തെ ദർസിൽ, ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമുക്ക് ഉസ്താദ് തന്ന വസിയത്ത് ഇടയ്ക്കിടെ ഗസാലി ഇമാമിന്റെ മിൻഹാജുൽ ആബിദീൻ മുത്താല ചെയ്യണേ എന്നാണ്. അള്ളാഹു കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച ഒരു വലിയ മഹാനാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. ഗസാലി ഇമാമിനെ കുറ്റം പറയുന്ന ഒരു ഗ്രന്ഥം ഒരാൾ വായിച്ചപ്പോഴേക്ക് അയാളുടെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്. അയാൾ പിന്നെ ഇനി മേലാല് വായിക്കൂല എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ആ കാഴ്ച തിരിച്ചു കിട്ടിയതെന്ന് അബ്ദുൽ ഗനിയുൽ നാബുൽസി റഹിമഹുള്ളയുടെ കശ്ഫുൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന കിതാബിൽ കാണാം. തിരിച്ചു വരുന്ന വിഷയത്തിലേക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, അന്നാലകി ഹാദാ, സീസൺ അല്ലാത്ത കാലത്ത് കിട്ടി ഈ ഫ്രൂട്ട്സ് ഒക്കെ എവിടുന്ന് കിട്ടി മോളെ, എവിടുന്ന് കിട്ടി? സക്കരിയ നബിയുടെ ചോദ്യം അലൈഹിസ്സലാത്തു വസ്സലാം, എവിടുന്ന് കിട്ടി? അപ്പൊ മറിയം ബീവി നമ്മളെ പോലെയാണോ? അല്ല. മറിയം ബീവി ആരാ? അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്. മറിയം ബീവി പറഞ്ഞ വർത്താനം എന്താ പറയാ? ഹിയ മിൻ ഇൻദില്ലാഹ്, ഹുവ മിൻ ഇൻദില്ലാഹ്. അല്ലാഹ് തന്നതാണ്. എനിക്കറിയില്ല. എല്ലാം പോലെ ഇത്രയും ഫ്രൂട്ട്സ് പിന്നെ എന്തില്ലാഹ്, എനിക്കറിയില്ല. അല്ലാഹ് തന്നതാണ്. എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് അല്ലാഹ്. അതേസമയത്ത് പുതിയ കാലത്ത് ഏതെങ്കിലും ഒരു കുട്ടിനോട് ഒരു മെയ്ക്ക് കോഡ്ലെസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ നടത്തി നോക്കി, ഹൗ ഡിഡ് ഹി ഗെറ്റ് ദിസ് ഗ്രേറ്റ് പൊസിഷൻ, എങ്ങനെയാ റാങ്ക് ഹോൾഡർ ആയത്, ബിമനിൽ തഹാദിഹി അൽ മൻസില അൽ ആലിയ, എങ്ങനെ കിട്ടി? നമ്മളെ പിള്ളേരെന്താ തള്ളി മറിക്കല്? ഞാൻ 9 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബുദ്ധി നല്ല ബുദ്ധിയാന്ന് അധികം ടീച്ചർമാരെല്ലാം പറയാറുണ്ട്. പിന്നെ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. തള്ളി മറിച്ച് കയ്യിൽ തരും. നമുക്ക്
ഒരു ഹാജിയാരോട് വെറുതെ ചോദിച്ചു നോക്കിയേ, 2000 ആള് പങ്കെടുത്ത കല്യാണം ലാസ്റ്റത്തെ ആള് വരുമ്പോഴേക്ക് കറക്റ്റ് ഫുഡ് കറക്റ്റ് അയാൾ കൂടി കഴിച്ചപ്പോ ഫിനിഷ്. എങ്ങനെ ഹാജിയാരെ ഇതൊക്കെ എന്തൊരു ശരിക്കും അള്ളാന്റെ അടിമയാണെങ്കിൽ ഹാജിയാർ എന്താ പറയല്? ഞാനും എന്നാന്ന് മുതല് അള്ളാരോട് വരുന്നേ, ബോറാക്കല്ലേ റബ്ബേ, വഷളാക്കല്ലേ, ലാസ്റ്റ് മോളെ കല്യാണം 2000 ആളെ വിളിച്ചിട്ടാണ് നടത്തുന്നത്, ഒന്നും ആയക്കല്ല റബ്ബേ. ബദർ മൗലിദും ചൊല്ലിയിട്ട് അള്ളാനോട് പൊട്ടീൻ, അതിന്റെ ഉസ്താദേ. അതാണ് അബ്ദുള്ള. ഇനി തള്ളാണെങ്കിൽ തള്ളിന്റെ ആളാണെങ്കിൽ, തള്ളിന്റെ ആശാനാണെങ്കിൽ മൂപ്പരെന്താ പറയല്? ഉസ്താദേ ഇത് ഞാൻ 5ാമത്തെ കല്യാണം, ഇതെന്റെ 5ാമത്തെ മോള എടാ ഉസ്താദേ, അതിലൊരു നേക്കാണ്, നേക്ക് വിടൂല, അള്ളാഹ് കൊടുക്കൂല. അബ്ദുള്ള അവിടെ അബ്ദുള്ള മുത്തഅല്ലിങ്ങളുള്ളോട് ഞാൻ പറയാം, അതിന്റെ വിശദ പഠനത്തിന് അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന ഇമാം ഷഅറാനി റഹിമഹുള്ളയുടെ കിതാബ് നോക്കിയാൽ മതി. ഈ വിഷയം നല്ലോണം പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. ആ ഒരു സെന്റൻസിനെ വിശദീകരിച്ചതാണ്. എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ കോണ്ടന്റ് ആവുന്നല്ല. ചിലപ്പോ മുഖദ്ദിമി ഒരു കിതാബാവും, മുഖദ്ദിമത്തി ഇബ്നു ഖൽദൂൻ എന്നൊരു കിതാബുണ്ട് അല്ലേ. അൽ-ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറഞ്ഞാല് ശരിക്കും അതൊരു മുഖദ്ദിമയാണ്, സ്വതന്ത്ര കിതാബല്ല. അത് സുയൂത്തി ഇമാമിന്റെ തഫ്സീറിന്റെ ഒരു മുഖദ്ദിമയാണ് അൽ-ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ആവട്ടെ, അങ്ങനെ മുഖദ്ദിമകൾ കിതാബായതിനെ കുറിച്ച് വേറെ പഠനമുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം, അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. അതിനെന്താ വേണ്ടത്? അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ടേം എന്താണെന്ന് വെച്ചാൽ വിസ്വാൽ എന്നാണ് അതിന് പറയുക. വിസ്വാൽ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരാൾ സഞ്ചാരപഥത്തിലേക്ക് കയറുമ്പോൾ അയാൾക്ക് തടസ്സമായിട്ട് 3 ശത്രുക്കൾ ഉണ്ടാവുക. ഒന്ന് ദുനിയാവ്, മറ്റൊന്ന് ഹവൻ നഫ്സ് അഥവാ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങൾ, മൂന്നാമത്തത് ഇബ്ലീസ്. ഈ 3 ശത്രുക്കൾ ഉണ്ടാവുക. ഈ 3 ശത്രുക്കളിൽ ഏറ്റവും കഠിനമായ വിഷം വെച്ചുകൊണ്ട് നമ്മളെ കൊന്ന് ചാമ്പലാക്കുന്ന ശത്രു ഹവൻ നഫ്സാണ്. രണ്ടാമത്തെ ശത്രു ഇബ്ലീസാണ്. മൂന്നാമത്തെ ഒരു ശത്രുവാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവിന്റെ ചതിയിൽ പെടുന്നതിനേക്കാൾ ആൾക്കാർ പെടൽ ഇബ്ലീസിന്റെ ചതിയിലെ. ഇബ്ലീസിന്റെ ചതിയിൽ പെടുന്നതിനേക്കാൾ ആൾക്കാർ പെടുക ഹവൻ നഫ്സ്, ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളിലായിരിക്കും. ശരീരത്തിന്റെ ഹവൻ നഫ്സ് സഹായിക്കാതെ, ഡോറ് തുറന്നു കൊടുക്കാതെ ഇബ്ലീസിന് ഒരു മനുഷ്യനിലേക്കും എൻട്രി ഉണ്ടാവില്ല. ഇബ്ലീസിന് ഒറ്റയ്ക്ക് ഒരാളെയും പഴപ്പിക്കാൻ കഴിയില്ല. ഹവൻ നഫ്സിനെയും കൂടെ കൂട്ടി ഷെയർ ബിസിനസ് ആക്കിയാലേ ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ പറ്റുള്ളൂ. ഇബ്ലീസിന് വർഷത്തിൽ ഒരു മാസം ലീവ് ഉണ്ട്, റമളാൻ കെട്ടിയിടും. ഹവൻ നഫ്സ് അപ്പോഴും രാപ്പകൽ ഭേദമന്യേ വർക്ക് ചെയ്യും, പണിയെടുക്കും. ഇബ്ലീസിനെ സ്വർഗത്ത് നിന്ന് പിടിച്ച് പുറത്താക്കുമ്പോ ചങ്ങായി അള്ളാനോട് പറഞ്ഞല്ലോ, 4 ഭാഗത്തൂടെ നിന്റെ അടിമകളെ ഞാൻ പഴപ്പിക്കും, പറ്റിക്കും പറയാൻ പറ്റുക. അതിശക്തമായ ഭാഷയാണ് ചങ്ങായി ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, എന്റെ ഇഷ്ട അടിമകളെ, എന്റെ മുഖ്ലിസീങ്ങളായ അടിമകളിലേക്ക് നിനക്ക് എൻട്രി ഇല്ല. എന്താ മുഖ്ലിസീങ്ങളുടെ പ്രത്യേകത? മുഖ്ലിസീങ്ങളുടെ ഹവൻ നഫ്സിനെ അവർ കൊന്ന് ചാമ്പലാക്കിയിട്ടുണ്ടാവും. ആ ടെർമിനോളജി ഉപയോഗിച്ചാൽ സാധാരണക്കാരെ നമുക്ക് അത്ര കണ്ട് പ്രസംഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് ലളിത ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഞാൻ എന്ന ചിന്ത ഒരാളിൽ വന്നു തുടങ്ങിയാൽ പിശാചിനും ഹവൻ നഫ്സിനും അയാളെ വേഗം പറ്റിക്കാൻ പറ്റും. എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം എന്നുള്ളത്. എന്റെ പേര് വായിച്ചിട്ടില്ല, എന്റെ ശരിക്കുള്ള മുഖം നിനക്കറിയാത്തോണ്ടാണ്. എപ്പോഴും സബ്ജക്റ്റ് ഞാൻ അത് പല മോഡലിലും ഉണ്ടാവും. ആത്മീയ ഭാഷയിലുണ്ടാവും, ഭൗതിക ഭാഷയിലുണ്ടാവും. തിരൂര് ട്രെയിൻ ഇറങ്ങി ഇവിടുത്തെ ആൾക്കാർ പുത്തനത്താണിക്കാര് എന്നെ കൂട്ടാൻ വേണ്ടി വന്നു.
അപ്പോൾ അവര് ചോദിച്ചു, ഉസ്താദേ വൈലത്തൂർ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് ബ്ലോക്കിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഉസ്താദ് കുറെ നേരമായി ഇറങ്ങിയിട്ട്. ഞാൻ ഇറങ്ങിയ സമയം പറഞ്ഞു കൊടുത്താൽ മതി, പക്ഷെ എൻ്റെ ഹവൻ നഫ്സ് സമ്മതിക്കൂല. ഞാൻ പറയും ഞാൻ അഞ്ചർക്ക് വന്നേ ഭാരതിൽ വന്നു എന്ന് പറയും. ഈ വന്നേ ഭാരത് എന്ന അണ്ടകടാഹാട പറയേണ്ട ഒരാവശ്യമില്ല. എന്നാലും അത് പറഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. കാരണം നിന്നെ പോലെ ഏറനാട് പരശുറാം എഗ്മോറിലൊന്നുമല്ല എൻ്റെ യാത്ര, ഞാൻ ലെവല് വേറെയാണെന്നാണ് എൻ്റെ അർത്ഥം. അത് ആത്മീയതയിലും ഉണ്ടാവും. ഏതെങ്കിലും വലിയ ഉസ്താദുമാരുടെ തങ്ങന്മാരുടെ അടുത്ത് നമ്മളെ ഫോൺ വിളിച്ചിട്ട് മൂപ്പര് പറയും, ഞാൻ ഉസ്താദിന്റെ അടുത്താണ് ഉള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന്. എന്തിനാ വിളിച്ചത്? ഉസ്താദിന്റെ അടുത്തുള്ളതെന്ന് പറയും. വേറെന്താ പറയാ, എനിക്കൊരു വിളിയിൽ തന്നെ ഉസ്താദിനെ കിട്ടും. കാരണം നമ്മൾ ഭയങ്കര ബന്ധമാണെന്ന് പറയുന്നത്. ആ ഉസ്താദ് ദുബായിൽ വന്ന എന്റെ വണ്ടിയിലാണ് കയറാറുള്ളത്. ഒന്നും പറയണ്ട മോനെ. ഇതിനാണ് ഹവൻ നഫ്സ് എന്ന് പറയുന്നത്. ഹവൻ നഫ്സ്. നമ്മളിങ്ങനെ പൂജിക്കും. ഒരു പരിപാടിക്ക് വന്നാൽ എന്റെ ഫോട്ടോ എങ്ങനെ, എനിക്കെന്താ കിട്ടുക? ഇതെന്നെ ചിന്ത. ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. അവരോടാണ് കിതാബ് സംസാരിക്കണത്. നീ നിന്റെ ഉള്ളിൽ ഞാൻ എന്ന ബിംബത്തിനെ നിർമ്മിച്ച് നീ ഡെയിലി ആ ബിംബത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആ ബിംബത്തിനെ അങ്ങ് പൊളിക്ക്, എന്നിട്ട് നീ നിന്റെ ഉള്ളിൽ ചെറുതാവൂ. എന്തൊരു പ്രയോഗമാണ് കിതാബ് പറയണത്. അപ്പൊ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ 3 ശത്രുക്കളെയും നമ്മൾ തോൽപ്പിച്ചേ മതിയാവും. അതിനെന്താ വേണ്ടത്? ഈ 3 ശത്രുക്കളുടെയും ചതിപ്രയോഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദുനിയാവ് പറ്റിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണത്തോടും സ്ഥാനത്തോടും മോഹം തന്നിട്ടായിരിക്കും. പണത്തോടുള്ള മോഹം ഒരു ഘട്ടം വരെ മാത്രമേ തരുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞ് പണം അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം MP ആവണം, MLA ആവണം, പഞ്ചായത്തിൽ മത്സരിക്കണം എന്നൊക്കെയാണ്. അതുകൊണ്ട് ഈ സെലിബ്രേറ്റഡ് താരങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, അത്യാവശ്യം കോടീശ്വരന്മാരായാൽ പിന്നെ അവർക്ക് പണമൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇന്നാൽ എന്ന പരസ്യത്തിൽ അഭിനയിച്ച പൈസ ഇന്നതിന് കൊടുക്കുന്നു, പക്ഷെ വീഡിയോ വരണം. അതേ കണ്ടീഷൻ. അതാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വേണ്ടിവരിക പള്ളിക്ക് സ്ഥലം കൊടുത്തത് വായിക്കണം. 2 പള്ളീന്റെ സ്ഥലം തരാം, പക്ഷെ വായിച്ചിരിക്കണം. സ്റ്റേജുമ്മ കസേര വേണം. ഇപ്പൊ 25,000 രൂപക്ക് കസേര കിട്ടുന്ന കാല സ്റ്റേജിൽ. എനിക്കൊന്നും ഭാവിയിലൊന്നും അങ്ങനെ അധികം ഫണ്ട് കളക്ഷൻ ഒന്നും നടത്തേണ്ടി വരില്ല പരിപാടിക്ക്. എന്തേ, സ്റ്റേജ് വലുതാക്കിയാൽ മതി. ഒരു 2,000 ആൾക്കുള്ള കസേര ഒരാൾക്ക് 25,000 വാങ്ങിയാൽ പരിപാടി പുഷ്പം പോലെ തീരും. അതാണ് ദുനിയാവിന്റെ ചതി. പണത്തോടുള്ള ഹബ്ബ്, സ്ഥാനത്തോടുള്ള ഇഷ്ടം. ഇബ്ലീസിന്റെ ചതി എന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ ചെറിയ സമയം കൊണ്ട് വിശദീകരിക്കാൻ ഒട്ടും കഴിയില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്ലീസ് പല മോഡലിലും പറ്റിക്കും. എന്ന് പറഞ്ഞാൽ ഓരോരാളെ നോക്കിയിട്ടാണ് ഇബ്ലീസ് പറ്റിക്കുന്നത്. മുത്തഅല്ലിമിനെ പറ്റിക്കണമെങ്കിൽ ഇബ്ലീസിന്റെ അടുത്ത് ഇഷ്ടം പോലെ ടിപ്സ് ഉണ്ട്. സ്വതക്കയുന്ന ആളെ പറ്റിക്കാൻ വേറെ ടിപ്സ് ഉണ്ട്. ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസും ഹാഫിദ് ബിൻ അബിദ് ദുനിയ തങ്ങളുടെ മഖായിദു ശൈത്താനും നോക്കിയാൽ ഉത്തരങ്ങൾ ഏറെ കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബ്ഹ് നിസ്കാരം ബാങ്ക് കൊടുത്തിട്ടും ഉറങ്ങിപ്പോയി. ഉടനെ ഇബ്ലീസ് വന്നിട്ട് മുആവിയ ഖും യാ മുആവിയ ഖദ് ഖാമത്ത് സ്വലാത്ത്, ബാങ്ക് കൊടുത്തു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇബ്ലീസ് അല്ലേ? അതെ. എന്നെ എണീപ്പിക്കുന്ന എന്താ? എന്റെ നിസ്കാരം ഖളാവാനല്ലേ നോക്കേണ്ടത്? അതെ. പിന്നെന്താ എണീപ്പിക്കുന്നത്? മുമ്പൊരു തവണ നിങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയിരുന്നു. അന്ന് നിങ്ങളുടെ നിസ്കാരം ഖളായിട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വന്നു, ജമാഅത്ത് മിസ്സായപ്പോ. അന്ന് നിങ്ങൾ ഒരുപാട് നേരം കരഞ്ഞപ്പോ അള്ളാഹ് നിങ്ങളോട് ഭയങ്കര ഖേദമായി. അക്കാരണം കൊണ്ട് നിങ്ങളെ കരച്ചിലിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു നിങ്ങൾ ആ ഒറ്റക്ക് നിസ്കരിച്ച നിസ്കാരം, ആ ടെൻഷനായ കരച്ചിലുണ്ടല്ലോ, അതിന്റെ ഫലം എന്നോണം അള്ളാഹു 1000കണക്കിന് നിസ്കാരത്തിന്റെ കൂലിയ അന്ന് ഏടിൽ എഴുതാൻ പറഞ്ഞത്.
അതേപോലെ ആ ടിന്ന് കരഞ്ഞ് നിങ്ങൾക്ക് കയ്യൂല പണി. അതുകൊണ്ട് ജമാഅത്തോടെ നിസ്കരിച്ചു. ആകെ 27 കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് മിസ്റ്റർ അഖില ലോക പ്രതിപക്ഷ നേതാവ് ഇബ്ലീസ്? മൂപ്പര് 1,00,000-ലധികം നബിമാരെ കാലത്ത് ജീവിച്ചോണ്ട് തന്നെ എല്ലാ ഉടായിപ്പും മൂപ്പർക്കറിയാം. ചിലർക്ക് മസല പറഞ്ഞു കൊടുത്തിട്ട് പറ്റിക്കും, ഉറപ്പല്ലേ? ഈ ലവ് അഫെയറിലൊക്കെ പെട്ട ചില കുട്ടികളോട് വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കിയേ. ഉസ്താദ് വിചാരിക്കുന്ന പോലത്തെ പെൺകുട്ടിയൊന്നുമല്ല. പിന്നെ അധികം എന്നോട് ഓള് ബുർദ എല്ലാം പറയാറുണ്ട്. എങ്ങനെയുണ്ട്? പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്നു. എങ്ങനെയുണ്ട്? ഓരോരാളെ ഏത് മോഡലിൽ പറ്റിക്കണം എന്ന് മൂപ്പർക്കറിയാം. ജീലാനി തങ്ങളെ പറ്റിക്കാൻ കുത്തുബിന്റെ മോഡലാ മൂപ്പര് വന്നേക്കണത്. ചരിത്രം മുആവിയ തങ്ങളുടേത് അസീദത്തു ശുഹദ ഫീ ശർഹി ഖസീദത്തിൽ ബുർദ ഖർബൂത്തി ഇമാമിന്റെ ഗ്രന്ഥം എഴുതി വെക്കുന്നു. അപ്പൊ ഇബ്ലീസ് ഓരോ മോഡലിലാ പറ്റില്ല. എന്നാ ഹവൻ നഫ്സിന്റെ ചതി, എൻ്റെ അമ്മോ, അതാണ് ഭയങ്കര ചതി. മൂപ്പരെന്താന്ന് പറഞ്ഞാല് പകൽ മാന്യനായിട്ട് ജീവിക്കുന്ന ആളാണ് ഈ ഹവൻ നഫ്സ്. എപ്പോഴും നമ്മളോട് സ്നേഹമുള്ള പോലെയാണ് ഹവൻ നഫ്സ് നമ്മളിൽ സമീപിച്ച് അഭിനയിക്കുക. ഉദാഹരണത്തിന് ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ 10:30 എന്ന് വിചാരിക്കുക. അത്യാവശ്യം ഉറക്കം വരുന്നുണ്ട്, ഒരു ഡോസിങ്, തൂങ്ങി ഉറക്കം, ഒരു നുആസ്, ചെറിയൊരു തലവേദന ഫീലിംഗ്. അപ്പൊ ഹവൻ നഫ്സ് നമുക്ക് തുടരെ മെസ്സേജ് അയക്കും, മോനെ നീ പണ്ട് പഠിച്ചതല്ലേ, എന്ത് ഉറക്കം ഗാലിബായാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉറക്കമുണ്ടെങ്കിൽ ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നില്ലേ? യെസ്. മൂപ്പർ ആദ്യം നമുക്ക് തേൻ ഒഴിച്ചു, മസാല ഒഴിച്ചു, അങ്ങനെ നമ്മൾ ഉറക്കി. നിങ്ങൾ വിചാരിക്കും ഇന്ന് നിസ്കാരം കളാക്കുക എന്നാണ് പറയാൻ പോണത്. അല്ല. ഹവൻ നഫ്സിന്റെ എപ്പോഴുള്ള വർക്ക് ഷോർട്ട് പ്ലാൻ അല്ല, ലോങ് പ്ലാൻ ആണ്. ലോങ് പ്ലാൻ. ഞാൻ ഹവൻ നഫ്സിന്റെ 2 വശങ്ങള്, തല മൂർച്ചയുള്ള വശങ്ങള് ഉദാഹരണ സഹിതം പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഈ മസല പറഞ്ഞു തന്നിട്ട് നമ്മളെ ഉറക്കിക്കളയും. മസല പറഞ്ഞു തന്നിട്ട് ഉറക്കിക്കളയും, ഉറക്കും. അങ്ങനെ ഉറങ്ങിയ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയ ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി അങ്ങനെ ഉറങ്ങിയാൽ 2:30 ഉറക്കം നെട്ടിപ്പിക്കും. സമയം 2:30. കുറച്ചുകൂടി കഴിഞ്ഞ് ഉറങ്ങി ഞെട്ടിയപ്പോ 3:30, പിന്നെ ഞെട്ടിയപ്പോ 4:30. ഇനി ഉറങ്ങണോ? കുറച്ചുറങ്ങിയാലോ? 5:35 ബാങ്ക്. പിന്നെ ഉറക്കം കിട്ടണില്ല, ഉരുണ്ട് 5 മണിക്ക് എണീച്ചിട്ട് ഇശാവ് നിസ്കരിച്ച്, ഇശാവിന്റെ സുന്നത്ത് നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, വിത്ർ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിക്കുക. കാരണം തഹജ്ജുദിന് ഉറക്കവും ഇശാ നിസ്കാരവും സംഭവിക്കണമെന്നേ ഉള്ളൂ. ഇശാ നിസ്കരിച്ചിട്ട് തന്നെ ഉറങ്ങണമെന്നൊന്നുമില്ല. ഉറക്കവും ഇശാവും കഴിഞ്ഞാൽ മതി രാത്രി, അത്രേ ഉള്ളൂ. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ മൂപ്പർക്ക് മനസ്സിൽ രാവിലെ തന്നെ നേരത്തെ തേനൊഴിച്ച് മസല, ഇപ്പം പാലൊഴിച്ചിട്ട് ഹവൻ നഫ്സ് ഒരു സാധനം കൊടുക്കും. എന്ത്? മൂപ്പര് എന്നെ കൂട്ടുകാരോടും ഭാര്യനോടും ഭർത്താവിനോടൊക്കെ പറയുകയും ചെയ്യും. എന്താ പറയാ ഭാര്യനോട് അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലാ എന്താ മോനെ, എന്താടാ ഇശാ നിസ്കരിക്കാണ്ട് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, എന്ത് അനക്കോർക്ക് ശരിക്കും കിട്ടുന്ന 4 വട്ടം നട്ടി. അന്നേരം ഉപ്പരിക്ക് ഹവൻ നഫ്സ് തോന്നിപ്പിക്കുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര ഈമാനാണ് എന്ന് തോന്നിപ്പിക്കാനാണ് മൂപ്പര് അതിലേക്ക് ഈ ചതിയനെ എത്തിക്കണത്. ഞാൻ 4 വട്ടം നട്ടി, എനിക്ക് ഓർക്ക് കിട്ടുന്നില്ല. അന്നേരം മൂപ്പര് എത്തിക്കുന്നത് ഇനിയും ഈ മസലയിൽ നമ്മളെ ചതിയിൽ പെടുത്താൻ. എന്തിന്? ഇശാ നിസ്കരിച്ചാണ്ട് ഉറങ്ങിയാൽ പാതിരാക്ക് 4 തവണ ഞെട്ടും, അപ്പോൾ തഹജ്ജുദ് അടക്കം കിട്ടുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഇശാ ഖളായാൽ മതി. അത്രയും മൂപ്പർക്ക് ലക്ഷ്യമുള്ളൂ, അത്രേ ലക്ഷ്യമുള്ളൂ. അതിനാണ് മൂപ്പര് ഈ മസ്അല പറഞ്ഞ് പറ്റിച്ചത്. അതിനെക്കുറിച്ചാണ് ഖസീദത്തുൽ ബുർദ പറഞ്ഞത്. കം ഹസനത്ത് ലദ്ദതൻ ലിൽ മർഇ ഖാതിലതൻ. മുകളിൽ ചെറി വെച്ചിട്ടിരിക്കുന്ന അടിപൊളി ഫ്ലേവറായ സ്ട്രോബെറി ഓർ ഡാഫോഡിൽസ് ഐസ്ക്രീം നിനക്ക് തരും. പക്ഷേ മീൻ ഹൈസു ലം എതിരി അന്നസുമ്മ ഫിദ്ദസമി, ഉള്ളിൽ വിഷമുണ്ടെന്ന് നിനക്കറിയില്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇശാ ഖളാക്കാനാണ് നിന്നെ ഇതിലേക്ക് എത്തിക്കുന്നതെന്ന് നിനക്കറിയില്ല.
എന്താ വർത്താനം, എന്താ വർത്താനം. ഇനി അടുത്ത വേഷമുള്ളൊരു തല ഞാൻ പറഞ്ഞുതരാം. ഈ ഹവൻ നഫ്സിൻ്റെ അടുത്തൊരു ചതിപ്രയോഗം എന്താണെന്നറിയോ? ഒരു തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ തെറ്റ് നിർത്താൻ കഴിയും എന്ന് മൂപ്പർക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പോൾ അയാൾ ആ തെറ്റ് നിർത്താൻ എന്തെങ്കിലും ഒരു നല്ല തീരുമാനം സ്ട്രോങ്ങിലെടുക്കുമ്പോൾ ഇബ്ലീസ് ചെയ്യുന്ന ഒരു ചതി ഏക്കാൾ വലിയ ചതിയാണ് ഹവൻ നഫ്സ് ചെയ്യുക. ഹവൻ നഫ്സ് എന്താ ചെയ്യാന്നറിയോ? ആ തെറ്റ് സാഹചര്യം നിലനിൽക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. അങ്ങനെ തിയറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇവൻ നേരത്തെ ലവ് ആയ പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് അവിടെ ചേർന്നു. നേരത്തെ +2 കാര്യമായിരുന്നു, ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ആ കോളേജിൽ ചേർന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഇനി ഓളുണ്ടാവും, ഇനി ഇടയ്ക്കിടയ്ക്കേ കാണും, അതൊരു പ്രശ്നമാണ്, വേണ്ടെന്ന്. അല്ലെങ്കിൽ ലവ് അഫെയറായി ബ്രേക്കായി ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു അന്വേഷണം വന്നപ്പോൾ പിന്നെയും ആ പെണ്ണിനെ കണ്ട് ഹറാമിലേക്ക് എത്തണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഹവൻ നഫ്സ് നമുക്ക് തരും. ഓളാടുണ്ടായിന്ന് ചോദിച്ചിട്ട് അങ്ങനെ ലോകത്തെ എടിമോടെ എന്ത് ചെയ്ത് അതൊന്നും വേണ്ട, കെട്ടണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. അത് നടക്കൂല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് 100 ആളെ കൊന്ന മനുഷ്യനോട് പറഞ്ഞത്, ഫീസ് അവിടെ അടച്ചിട്ടുണ്ടെങ്കിലും ആ കോളേജിൽ നിന്ന് ഒഴിവാക്കി കളയും, ആ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോടുക, തൗബയിൽ പിന്നെ ചെയ്യുക, നീ അവിടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പല്ലേ. ഒരാൾ ക്രോം അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റിങ്, ഇതിലേതോ ഒരു ആപ്പ് വഴിയാണ് തെറ്റ് ചെയ്യുന്നത്. റമദാനാകുമ്പോൾ എല്ലാം നിർത്തിയിട്ട് മതിയാക്കാം എന്ന് വയല് കേട്ടിട്ട് തോന്നിയ ഒരാൾക്ക് ഹവൻ നഫ്സ് അയച്ചു കൊടുക്കുന്ന മെസ്സേജ്, അപ്പോൾ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്താൽ ഖുർആൻ ക്ലാസ്സും വയലും മദ്ഹുഗാനെല്ലാം എങ്ങനെ കേൾക്കല്? അത് ശരി, കണ്ട, ഇതാണ് ഈ ചങ്ങായിൻ്റെ ചതി. സോ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ ഈ 3 ശത്രുക്കളെയും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക ഒറ്റ വഴി മാത്രമാണ്. അതേതാ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്തെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനാദ്യമേ അള്ളാഹ് ഒറ്റൊരു കണ്ടീഷനേ വെക്കുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കുറേ അതുണ്ട് ഇതുണ്ട് ജഗപൊക അതൊന്നും എന്നോട് പറയണ്ട. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആകെ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഞാൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുക. അള്ളാൻ്റെ വർത്താനം ആ സൂറത്ത് ഷുആറയിൽ എന്ത് 2 ആയത്തെ അതിന് അള്ളാഹ് പറയുന്നുള്ളൂ. 2 ആയത്ത്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആകെ വേണ്ട ക്വാളിറ്റി യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. തറവാട് അതാണ്, മക്കളങ്ങനെ ആ തള്ളൊന്നും ഈട വേണ്ട. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആകെ എനിക്ക് നിങ്ങളടുത്തുനിന്ന് വേണ്ടത് സലീമായ ഖൽബായിരിക്കണം നിങ്ങളുടേത്. സലീമായ ഖൽബ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആകെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി അത്രേ അള്ളാഹ് പറയുന്നുള്ളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബായിരിക്കണം. എന്താണ് ഈ സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒന്നിനോടും ഇഷ്ടമില്ലാത്ത ഖൽബായിരിക്കണം. ഡെഫിനിഷൻ കഴിഞ്ഞ്. ഒരു 1 വേർഡ് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. അത്രയേ ഉള്ളൂ. എന്താണ് സലീമായ ഖൽബ്? ഷോർട്ട് എസ്സേ അല്ല, അനോട്ടേഷൻ അല്ല, ലോങ് എസ്സേ അല്ല, ഒന്നുമല്ല. അത്രയേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനോടും നമുക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല. അതന്നെ സലീമായ ഖൽബ്. ആളാവൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, കിബർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, തെറ്റ് ചെയ്യൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, സമയം കളയൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനോടും ഇഷ്ടമില്ലാത്ത ഖൽബായിരിക്കണം. ഇതാണ് അൽ ഖൽബു സലീം. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ തൻ്റെ റിസാലയിൽ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ഖൽബ് അങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരേണ്ടത്. എന്നാലും എൻ്റെ അടിമകൾ ദുനിയാവിൻ്റെ ചതിയിലും ഹവൻ നഫ്സിൻ്റെ ചീറ്റിങ്ങിലും ഇബ്ലീസിൻ്റെ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളിലൊക്കെ പെട്ടുപോകുന്ന അള്ളാഹ്ക്കെന്നെ അറിയാം.
അതിന് അല്ലാഹു വെച്ച ഒരു സംവിധാനമുണ്ട്. ആ എന്താ സംവിധാനം? മഗ്ഫിറത്ത് സിഫത്തും മിൻ സിഫാത്തില്ലാ, പുറത്തു തരിക, മാപ്പ് നൽകുക, കൃപ നൽകുക, മാപ്പാക്കുക. ഇത് അള്ളാഹ്ക്ക് ഉള്ള ഒരു ഗുണമാണ്. അള്ളാഹ്ക്ക് മാത്രമേ തെറ്റ് പുറത്തു തരാനുള്ള കഴിവും ശക്തിയും ഉള്ളൂ. ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ അതിന് നിമിത്തമാവുകയും ശഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതാണ് ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി എന്നതിൻ്റെ താല്പര്യമെന്ന് അടുത്ത വരിയിൽ തന്നെ അശ്ശഫാഅത ഹബ്ലന എന്ന വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് അർത്ഥം. വേറെ ആർക്കും തെറ്റു പൊറുക്കാനുള്ള ശക്തിയും കഴിവും ഇല്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അതാണ് റൗള ഷരീഫിൽ പോയി തങ്ങളെ തവസ്സുലാക്കി ഒരാൾ ദുആ ചെയ്യുമ്പോൾ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹ് നിനക്ക് പുറത്തു തരും മോനെ. അള്ളയാണ് പുറത്തു തരേണ്ടത്. അള്ളാഹ്ക്കറിയാം എൻ്റെ അടിമകൾ ചെയ്തു പോവും, തെറ്റൊക്കെ ചെയ്തു പോവും, സാഹചര്യത്തിൽ പെട്ടുപോകും, കുറേ ഹറാമൊക്കെ കണ്ടുപോകും. എല്ലാവരും ഇപ്പോൾ വസ്സാലിമാവിനെ പോലാവോ? എല്ലാവരും ഇപ്പോൾ ഇബ്നു ഹജറങ്ങളെ പോലത്തെ ആളാവോ? ഇല്ല. നമ്മളുടെ ദൗർബല്യം ദുർബലതയൊക്കെ അള്ളാഹ്ക്കറിയാം. അതിനാണ് അള്ളാഹു ഷഹ്റുൽ മഗ്ഫിറ റമളാൻ എന്നൊരു മാസത്തെ സംവിധാനിച്ചത്. എന്താണ് ഈ റമളാൻ്റെ പ്രത്യേകത? റമളാന് പ്രധാനമായിട്ടും 10 പ്രത്യേകതകളുണ്ട്. 10ഉം പറയാൻ പറ്റുമോ നോക്കാം. പരമാവധി നമുക്ക് സമയം ചെലവഴിച്ചതിനെ വിശദീകരിക്കാൻ ശ്രമിക്കാം. 10 പ്രത്യേകത ഉണ്ട്. റമളാൻ്റെ മുമ്പ് തന്നെ റമളാനെ കുറിച്ച് പഠിക്കണം എന്നാണ്. കാരണം റമളാൻ്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമളാനാവാൻ പൂതിയാവുമായിരുന്നു എന്ന്. അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും പൂതിയുണ്ടോ? ഇല്ല. 29 നോമ്പായാൽ തന്നെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, സാറേ നാളെ മാസം കാണൂലേ? ഉറപ്പല്ല. റമളാൻ വേഗം തീരണമെന്നൊരാൾക്ക് മനസ്സിലാഗ്രഹം വന്നാൽ അത് അയാളുടെ ഈമാൻ്റെ കുറവിൻ്റെ അടയാളം എന്നാണ്. അയാൾക്ക് ഭയങ്കര ആഗ്രഹം റമളാൻ ഒന്ന് തീർന്നാൽ മതിയെന്ന്. ഒരുപക്ഷെ അയാൾ ഈമാനില്ലാണ്ട് മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അത് വിശദീകരിച്ച് ഇമാം ജറദാനി തങ്ങളുടെ ഫതുഹുൽ അല്ലാമിൻ്റെ കിതാബു സിയാമിൻ്റെ പ്രിഫേഴ്സിൽ കാണാൻ പറ്റും. ആ ചിന്തയൊന്നും മുഅ്മിനീങ്ങൾക്ക് വരാൻ പറ്റില്ല. റമളാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെ മാസമാണ് റമളാൻ. ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. അള്ളാഹു എല്ലാ കാലത്തും പുറത്തു തരുന്ന റബ്ബാണ്. ഏത് രാത്രിയും ഉച്ചക്കും പകലും, ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും വേർതിരിവില്ലാതെ റഹ്മത്തിൻ്റെ മഗ്ഫിറത്തിൻ്റെ റബ്ബാണ് അല്ലാഹ്. ഒരടിമ ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റ് ചെയ്ത അടിമയെ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനിഷ്ടം അയാൾക്ക് പുറത്തു കൊടുക്കലാണ്. ഉറപ്പല്ലേ? തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അയാളെ ശിക്ഷിക്കുകയും ചെയ്യുക, പുറത്തു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹ് ഏതാ ഇഷ്ടം? തുഹിബ്ബുൽ അഫ്വ, നിനക്ക് പൊറുക്കലല്ലേ ഇഷ്ടം. അതിൻ്റെ അർത്ഥം എന്താ? മിനൽ ഉഖൂബ, ശിക്ഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം അള്ളാഹ്ക്ക് പൊറുക്കല. അല്ലാണ്ട് ഒരു കാര്യം ഇഷ്ടം എന്ന് പറയോ? ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറൊന്ന് അപ്പുറത്ത് പറയാനുണ്ടാവും. ഐ പ്രിഫർ ടീ, എനിക്ക് ചായ മതി. ചായ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് ചായ മതി എന്നൊക്കെ പറയോ? എന്താ വേണ്ടത്? എന്തോ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അല്ലേ ചായ മതി എന്ന് പറയാം. ഐ പ്രിഫർ ടീ ദാൻ കോഫി, അങ്ങനെ ഉണ്ടാവും. തുഹിബ്ബുൽ അഫ്വ അവിടെ വ്യാഖ്യാതാക്കൾ കൊണ്ടുവരികയാണ് മിനൽ ഉഖൂബ. ഒരടിമ തെറ്റ് ചെയ്താൽ അള്ളാഹ്ക്ക് ഇഷ്ടം ശിക്ഷിക്കാനല്ല, ചാൻസ് കിട്ടിയ ചങ്ങായിനെ ശിക്ഷിക്കാൻ. കുറേ കാലം എങ്ങനെങ്കിലും അവനെ ശിക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമല്ല നമ്മൾ അള്ളാഹ്ക്കുള്ള കൺസേൺ. പിന്നെ അള്ളാഹിൻ്റെ കോൺസെപ്റ്റ് അതാ അല്ല. പിന്നെ ആ അടിമക്ക് എങ്ങനെയെങ്കിലും പുറത്തു കൊടുക്കണമല്ലോ, അതാണ് അള്ളാഹ്. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, നീ പൊറുക്കുന്ന രാജാവാൻ. തുഹിബ്ബുൽ അഫ്വ, ശിക്ഷിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടം.
മാപ്പ് നൽകലാണ്. അതുകൊണ്ട് ഫഅഫ്വന്നി, എനിക്ക് മാപ്പ് നൽകണേ. ഇങ്ങനെ ഈ ദിക്റിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഒരാൾ ഈ ദിക്റില്ലാൽ എങ്ങനെയാ അള്ളാഹ് പുറത്തു കൊടുക്കാണ്ടിരിക്കുക? അതല്ലേ ആയിഷ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചേ, ഇൻ അലിംതു ലൈലത്തുൽ ഖദരി ഫമാ അഖൂലു ഫീഹാ, ഇത് ലൈലത്തുൽ ഖദറാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെല്ലാം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആകെ ഉള്ളത് മോള് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് ചൊല്ലിയാൽ മതി. ഹദീസിൽ വന്ന ദിക്റാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചൊല്ലേണ്ടത്. ഇപ്പോഴത്തെ ചില ഓൺലൈൻ ടീമിലൂടെ താത്താമാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു, ഉറങ്ങാൻ നേരത്ത് ബിസ്മിക്ക റബ്ബി വലാത്തു ജംബി എന്ന ദിക്ർ ഇവളെല്ലാവരും ചൊല്ലണമെന്ന്. ഇപ്പോഴത്തെ പെണ്ണുങ്ങന്മാർക്ക് അത് തൃപ്തിയൊന്നുമില്ല. അതെല്ലാം പഴയ ദിക്ർ പണ്ടേ കേൾക്കുന്ന ആ കൺസെപ്റ്റ് ഉണ്ടാവുക. ഒരിക്കൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് വരണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം എന്നറിയോ? ഇതുവരെ ഒരാളും കേൾക്കാത്ത സുബ്ഹാനല്ലദി അൻജ അർശുഹു അൽമിൽ അസ്സമാവാത്തി വല്ലർലില്ലദി ഫതറസ്സമാവാത്തില്ലദി, ഇങ്ങനെ യൂഫിസ് സമാവാത്തി അങ്ങനെ പോയിട്ട് വൈകുന്നേരം 48:5:34 ചെല്ലണമെന്നെല്ലാം പറയണോ? ഒരാളും പറയാത്തത്. എന്നാലും അവർക്ക് റാത്താവും. സഫാഹത്തിന് കയ്യും കാലും മുളക്കുന്ന കുറേ മജ്ലിസുകൾ. ഇസ്ലാമിനെ നശിപ്പിക്കരുത് നമ്മൾ. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസറത്തുൻ നവാഫിലി ബിലാ ഫർളിന്ന ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത്. അതിലേക്ക് പോയാൽ നമ്മുടെ വിഷയം മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു വരാം. റമളാൻ അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്ത് കിട്ടാനുള്ള മാസമാണെന്നാ. വൈദാലം യഗ്ഫിർ ലഹു ഫീഹി, റമളാനിൽ ഒരുത്തൻ ദോഷം പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഫമത, പിന്നെ എപ്പാ മോനെ പൊറുപ്പിക്കുക എന്ന് ചോദ്യമുണ്ട് ഹദീസിൽ. പിന്നെ എപ്പാ പൊറുപ്പിക്കുക? റമളാൻ വന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ എപ്പോൾ? മഗ്ഫിറത്തിൻ്റെ മാസമാണ് റമളാൻ. അള്ളാഹ്ക്ക് ഇഷ്ടം ദോഷങ്ങൾ പുറത്തെടുത്ത. ആഖിറത്തിൽ ഓരോ മനുഷ്യന്മാരെ വിളിച്ചിട്ട് അള്ളങ്ങനെ പുറത്തെടുത്ത് ഓരെല്ലാം സ്വർഗത്തിലെത്തിക്കുമ്പോൾ ലാസ്റ്റ് ഇബ്ലീസ് വിചാരിക്കും അത്രേ, അല്ല ഇതെന്ത് പുറത്തു കൊടുക്കുന്ന കാര്യമായിട്ട് ഈ ചങ്ങാന്മാരെ കൊണ്ട് ഞാൻ തെറ്റയിപ്പിച്ചിട്ട് ഇവർക്കെല്ലാം അള്ളാഹ് പുറത്തു കൊടുക്കുകയാണല്ലോ റബ്ബേ, ഇത് ലാസ്റ്റ് എന്നെയും വിളിച്ച് പുറത്തെന്നൊക്കെന്ന് ഇബ്ലീസിന് തോന്നും അത്രേ. ഇബ്ലീസിന് അങ്ങനെ തോന്നണമെങ്കിൽ, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനിയാണ് മൂപ്പർക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഖനൂത്ത്, നിരാശ ലോകത്തിൻ്റെ രാജാവാണ് ഇബ്ലീസ്. ഇബ്ലീസിന് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അത്രയും അള്ളാഹ് പുറത്തു കൊടുക്കത്രേ. അതിനെന്താ വേണ്ടത്? എൻ്റെ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് എപ്പോഴും ചിന്തിക്കണം. എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ട ഒരടിമയാക്കി മാറ്റുമെന്ന് ആലോചിക്കണം. റബ്ബേ അള്ളാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണം മനസ്സുകൊണ്ട്. അതാണ് ലൈസലി ദുആഇ അൻ യതലഫൽ, ദുആഇന് അക്ഷരങ്ങളൊന്നും നിബന്ധനയില്ല. ഹൃദയം കൊണ്ടുള്ള ഭാഷക്കാണ് തൗബ എന്ന് പറയൽ. നോട്ടീസിൽ തൗബ സദസ്സും കൂട്ടക്കരച്ചിലും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന കാലത്തെ അല്ല തൗബ. അല്ല, അത്തൗബത്തു അന്നദം, ഹൃദയത്തിൻ്റെ ഭാഷയാണ് തൗബ. അല്ലാ അല്ലാ എന്നുള്ള വിളിയാണ്. അല്ലാ എന്ന വിളിയിൽ തന്നെ പല്ലിന് മഖ്റജില്ലല്ലോ. അല്ലാ എന്നുള്ള ഒരൊറ്റ അക്ഷരത്തിനും പല്ലിന് മഖ്റജില്ല. അതെന്തേ? 140-ാം വയസ്സിൽ മരിക്കാനിരിക്കുന്ന അഹമ്മദ് ഹാജിക്കും എന്നെ വിളിക്കാൻ പറ്റണം. അല്ലാ. പല്ല് വരാത്ത കുഞ്ഞുമോള് ഫാത്തിമ ഹിബ, വയസ്സ് 1, ആ കുട്ടിക്ക് പല്ല് വരുന്നേ ഉള്ളൂ, അപ്പോഴും അല്ലാ എന്ന് വിളിക്കാൻ പറ്റണം. അതിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ഏത് അശുദ്ധി കാലത്തും എന്ത് നിഷിദ്ധമായാലും അല്ലാ എന്നുള്ള ദിക്ർ നിഷിദ്ധമായ ഏത് കാലമുള്ളത്? അല്ലാ അല്ലാ അല്ലാ. കണ്ട, ഏത് ഗുഹൻ്റെ അകത്തുനിന്നും, ഏത് ഇരുട്ടുള്ള രാത്രിയും, ഏത് പൊട്ടി തകർന്നു പോയ കപ്പലിലും, ഏതു നടുക്കടലിലും, ഏത് ഫ്ലൈറ്റ് ക്രാഷിലും നമുക്ക് വിളിക്കാം അല്ലാ. അത് വല്ലാത്തൊരു ശക്തിയാണ് അല്ലാ. അപ്പം നമുക്ക് ദോഷങ്ങൾ പുറത്തു തരുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മഴയില്ല അത്രേ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ട്, അയാൾ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന ആളാണ്,
അയാളുണ്ടായിരിക്കെ മഴ തരില്ല എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് നല്ല വിഷമായി, ദേഷ്യവും പിടിച്ച് നാട്ടുകാരോട്. ആരാത് ഒരാൾ കഥ അതിനപ്പോൾ 40 സന 40 കൊല്ലമായല്ലോ തെറ്റ് ചെയ്യണത്, ഇപ്പോൾ ഇവിടുന്ന് പോകണം, നാട്ടുകാർക്ക് കിട്ടേണ്ട റഹ്മത്തായ മഴ കിട്ടാതിരിക്കാൻ അയാളാണ് കാരണക്കാരൻ, വേഗം പോകണം എന്ന് പറഞ്ഞു. അപ്പം അയാൾക്കത് മനസ്സിലായി, എന്നെയാ പറയണത്. അയാൾ 40 കൊല്ലത്തിന് ശേഷം അയാളുടെ നാവ് അണ്ണാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് റൈസ്റ്റ് അയാൾ ഉയർത്തി. അല്ലാ, അത്ര മതി, അള്ളാഹ്ക്ക് അത്രേ വേണ്ടു. അള്ളാഹ്ക്ക് അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിനോ, മിഡ് ടൈമിന് എത്രയാണ് എക്സാം മാർക്ക്, കഴിഞ്ഞോ അല്ല ഹാജർ നില എങ്ങനെ, അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഇപ്പോൾ ഒരാൾ ആത്മാർത്ഥമായിട്ടാണോ തൗബ ചെയ്യുന്നത്, അള്ളാഹ്ക്ക് അത്രേ വേണ്ടു. ആ തൗബ ചെയ്തവൻ എന്നെ പിന്നീട് ആ തെറ്റ് ആവർത്തിച്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ചെയ്ത തൗബ ഒട്ട് പൊളിയും ചെയ്യില്ല. ഞാൻ തെറ്റ് ചെയ്തു പോകുമോ, അഡിക്ഷൻ ആയില്ലേ എന്ന് വിചാരിച്ചിട്ട് റമദാനിൽ തൗബ ചെയ്യാതിരിക്കാനും പാടില്ല എന്ന നിയമം. ചെയ്യുമ്പോൾ നല്ല മനസ്സോടെ ചെയ്യണം, അത്ര തന്നെ. അയാൾ വിളിച്ചു, അല്ലാ, ഈ മൂസാ നബിയുടെ ഈ നാട്ടുകാരുടെ മുമ്പെന്ന് എന്നെ വഷളാക്കല്ലേ. ആരാ പറയണത്? 40 കൊല്ലം തുടർച്ചയായി തെറ്റു ചെയ്തൊരു മനുഷ്യൻ. അയാളുടെ റിക്വസ്റ്റ് അല്ലാനോട്, പ്ലീസ് എന്നെ വഷളാക്കല്ല റബ്ബേ. മൂസാ നബി പറയുന്ന കേട്ടിട്ടില്ലേ, 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്ത് ഒരുത്തനുണ്ട്, ഇവിടുന്ന് ഇപ്പം പോയിക്കൊള്ളണം. അയാൾ വീണ്ടും അല്ലാനോട്, അല്ലാ നീ എന്നോട് കനിയണേ റബ്ബേ. ചാറാപ്പാറ മഴ പെയ്ത്. ഇതാണ് നമ്മൾ അള്ളാഹ്ക്ക്. അള്ളാഹ്ക്ക് അങ്ങനെ കുറേ റൂൾസും റെഗുലേഷൻസും കണ്ടീഷൻസൊന്നുമില്ല. അള്ളാഹ് പാവാണ്. ആരല്ലോ പറഞ്ഞിട്ട് മുത്തുനബിനെ പാവും അള്ളാഹിനെ കടുപ്പും ആക്കിയതാണ്. മുത്തുനബിനെ ഇത്ര പാവാക്കി എന്നെ ഞാനാന്നാ അള്ളാഹ് പറയണത്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി, അല്ലടോ ഞാനല്ലേ തങ്ങളെ ഇത്ര സോഫ്റ്റ് ആക്കിയത് എന്ന് അള്ളാഹ് എന്നെ പറയുന്നുണ്ട്. ചറ പറ മഴ പെയ്തപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, അല്ല റബ്ബേ, ഒരാളുണ്ട്, അയാൾ ഇത്രയും തെമ്മാടിയാണ്, അയാൾ പോയാലേ മഴ കിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതെ, ആരും പോകുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. അള്ളാഹ് പറഞ്ഞ വർത്താനം എന്താ പറയുക? കത്താബ ഇലയ്യാൻ, അയാൾ ഫോം ഫില്ല് ചെയ്തു, തൗബ ചെയ്തു. ക്ലിയറായി, അത് ക്ലിയറായി. തൗബ ചെയ്തോ? ആ തൗബ ചെയ്തു. അപ്പോൾ മൂസാ നബി എന്ന് പിന്നെ അയാളാണല്ലോ ഇപ്പം ഏറ്റവും ടോപ്പ്. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ചില്ലറ തെറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പം അയാളാണല്ലോ ഏറ്റവും സൂപ്പർ. അയാളെ എനിക്ക് കാണിച്ചു തരുമോ? ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൂഫി അയാളല്ലേ ഇപ്പോൾ. അപ്പോൾ അള്ളാഹു ഇല്ല കാണിച്ചു തരൂല. അതെന്താ കാണിച്ചു തരാത്തെ? കാണിച്ചു തന്നാൽ എന്താ പ്രശ്നം? അപ്പോൾ മൂസാ നബിനോട് അള്ളാഹു എന്താ പറഞ്ഞതെന്നറിയോ? 40 കൊല്ലം തെറ്റ് ചെയ്യുന്ന കാലത്ത് തന്നെ ആ മോനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ട് വഷളാക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പണ്ട് 40 കൊല്ലം തെറ്റ് ചെയ്ത ആളല്ലേ എന്നുള്ള ആലോചനയല്ലേ ഉണ്ടാവുക. അങ്ങനെയൊന്നും എൻ്റെ അടിമനെ വഷളാക്കാൻ എന്നെ കിട്ടൂല മൂസാ. അല്ലാ, ഈ അള്ളാഹിനോട് നമുക്ക് തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യുക? ഇനിയും ഈ ചരിത്രം കേട്ടിട്ടും രാത്രി കാലത്ത് യൂട്യൂബിൽ കയറിയും ക്രോമിൽ സെർച്ച് ചെയ്തും ഹറാമ് കാണണമെന്നുണ്ടെങ്കിൽ എന്തപ്പോൾ പറയുക? പണ്ട് ഇബ്രാഹിമിന് അദ്ദേഹങ്ങൾ പറഞ്ഞില്ലേ, ഒരു തെറ്റുകാരനായ മനുഷ്യനോട്, തെറ്റ് ചെയ്തോ മോനെ, ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല, അഡിക്ഷനായിപ്പോയി എന്നല്ലേ എൻ്റെ കൺസെപ്റ്റ്, എനിക്ക് മാറാൻ കഴിയുന്നില്ല, അതല്ലേ ഉസ്താദേ ഓൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല, അതല്ലേ എൻ്റെ കൺസെപ്റ്റ്. ഇബ്രാഹിമിന് അദ്ദേഹങ്ങളുടെ വർത്താനം എന്താ പറയുക? ചെയ്തോടാ, തെറ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അള്ളാൻ്റെ വെള്ളവും ഫുഡും കഴിക്കാണ്ട് ചെയ്യണം. അത് കഴിച്ചിട്ട് ധിക്കരിക്കരുത്, അത് കുറച്ച് ഓവറായിപ്പോയി, അത് ചെയ്യരുത്. അതെങ്ങനെ? അത് നടക്കൂല. എന്നാൽ വേറെ കണ്ടീഷൻ തരാം, മാറ്റിത്തരാം, ചെയ്തോ. ഇത്രയെല്ലാം കരുണ ചെയ്തത് റബ്ബിനോട് നീ തെറ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, പക്ഷേ അള്ളാഹിൻ്റെ മുമ്പ് ചെയ്യരുത്, അള്ളാഹ് കാണാത്ത സ്ഥലത്തും ചെയ്യണം. അതെങ്ങനെ നടക്കൂലല്ല? എന്നാൽ പിന്നെ തെറ്റ് നിർത്തണം. നമ്മളിപ്പോൾ ഫോണിന് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുദരിസ് ഉസ്താദ് വന്നാൽ ഓഫാക്കുമോ? ഉറപ്പല്ല, ഓഫാക്കൂലേ. മുത്താലിമ വന്നാലോ ഉറപ്പായിട്ട് ഓഫാക്കും. ഉമ്മ വന്നാലോ ഓഫാക്കും. ഭർത്താവ് വന്നാൽ ഉറപ്പായിട്ട് ഓഫാക്കൂലേ. ഭാര്യ വന്നാലോ ഓഫാക്കും. എന്നാൽ വലിയ ആളെല്ലാം മാറ്റും. നമ്മളെ ഏറ്റവും ചെറിയ അനിയത്തി അല്ലെങ്കിൽ നമ്മളെ മോൾ തന്നെ ഫാത്തിമ ഹിബ 2.5 വയസ്സ്, പാല് കൂടി നിർത്തിയിട്ട് 6 മാസമായിട്ടുള്ളൂ. ഓൾ ഓടി വന്നിട്ട് നമ്മളെ മടിയിലിരുന്ന് ഓഫാക്കോ? ഓഫാക്കും. അപ്പോൾ ഓക്ക് മനസ്സിലാവും നീ ചെയ്യുന്ന ഹറാമാണ്. ഓക്കെ എല്ലാം തിരിയൂസ് ഭയങ്കര സാധനം. ഓ ശരി, ഓഫാക്കൂലേ? ഓഫാക്കും. അള്ളാഹ് ഖുദ്സി ഹദീസിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്ത്?
ലാ തജ്അൽനി അഹ്വനൻ നാളിരീനയിലേക്ക്. നിങ്ങളെ കുറേ ആള് പല കോണുകളിൽ നിന്ന് നോക്കുന്നുണ്ടാവും. നിങ്ങളെ നോക്കുന്നവരിൽ ഏറ്റവും ലോക്കലാക്കിയിട്ട് എന്നെ ആക്കരുത്. നിങ്ങൾ മുദരിസ് വരുമ്പോൾ ഓഫാക്കി, ഉമ്മ വന്നപ്പോൾ ഓഫാക്കി, മോള് വന്നപ്പോൾ ഓഫാക്കി. ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു പ്രശ്നമില്ല. എന്നെ ഏറ്റവും ലോക്കലാക്കരുത്. മുദരിസിൻ്റെ വിലയൊന്നും തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തിമ ഹിബ 2.5 വയസ്സ് അതിൻ്റെ വിലയെങ്കിലും താടോ. എനിക്ക് ഒന്നുമില്ലെങ്കിൽ എന്നെ വിലയൊന്നും വേണ്ട. നീ ഉമ്മാരെ വയറ്റിലുള്ള കാലം മുതൽ ഒന്നുമില്ലെങ്കിൽ ഫുഡ് ഫ്രീ ആയിട്ട് തരുന്ന ഒരാൾ, അങ്ങനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെടാ. എന്നിട്ടും നമ്മളെ ചെറുപ്പക്കാർ ലാസ്റ്റ് സീൻ ടുഡേ 2:36 എത്ര മക്കൾ ഈ റീൽസ് കാണുന്നത്, എത്ര കാലം തീർക്കണത്. ആഖിറത്തിൽ എന്താ ഇപ്പം നമ്മൾ ഏട് നോക്കിയിട്ട് നമ്മൾ വായിക്കുക 8016 തവണ എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കി 1, 2,48,236 വീഡിയോസ് റീൽസ് വഴി കണ്ടു 2. പിന്നെന്താ നമുക്കൊക്കെ ഉണ്ടാവുക? റമദാനിൽ ഷാഫി ഇമാം 60 ഖത്മ തീർക്കൽ. 60 ഖത്മ. ഇവിടെ മുതൽ ഷാഫി ഇമാമിന് പൊക്കിൾ വരെ 8-9 രോഗമുണ്ട്. ഒരു രോഗം മതി ഒരാളെ കൊല്ലാൻ. അത്രക്ക് മാരക രോഗങ്ങളാ ഫത്താവുൽ ഹദീസിൽ വായിക്കാൻ പറ്റും. എന്നിട്ട് ഷാഫി ഇമാം ഇരിക്കുന്ന സ്ഥലത്ത് അസുഖം വന്നിട്ട് ദ്വാരമുള്ള കസേര വെച്ചിട്ട് ഇരിക്കും. അത്ര ബ്ലഡ് ഇങ്ങനെ ഉറ്റിപ്പോവും താഴെ പാത്രം വെച്ചിട്ട്. എന്നിട്ടും ഖത്മിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക ഷഹറ റമളാൻ എന്ന് ലാസ്റ്റത്തെ വെള്ളിയാഴ്ച സലാം പറഞ്ഞു പോകുമ്പോക്ക് ഷാഫി ഇമാമിൻ്റെ 30-60 ഖത്മ അങ്ങ് തീർന്നിട്ടുണ്ടാവും. ആ ഷാഫി ഇമാമിൻ്റെ അനുയായികളല്ലേ നമ്മൾ. എത്ര കാലം ഈ കുതിരക്കളിയൊക്കെ നിർത്തുക, എത്ര കാലം ഈ റീൽസിലൊക്കെ ജീവിക്കുക, എത്ര കാലം ഈ ചാറ്റിങ്ങിലൊക്കെ തുടരുക. ഒന്നും മരിക്കണ്ടേ നമുക്ക്? അള്ളാഹ് നമ്മളെ ഖുർആനിൽ വിളിക്കുന്നതന്നെ എങ്ങനെയാണെന്നറിയോ? ഓ തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ എന്ന്, തെറ്റ് ചെയ്തു പോയ എൻ്റെ അടിമകളെ എന്ന്. അതെന്തിനാ എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാർ പറയാ. തമ്മാടികളെ എന്ന് വിളിച്ചാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയുണ്ടാവും. ഇങ്ങോട്ട് വേടാ തമ്മാടികളെ എന്ന് വിളിച്ചാൽ ഒരു പേടിയുണ്ടാവും. പേടിക്കാൻ വേണ്ടി ഞാനല്ലേ, ഇങ്ങോട്ട് വാ. ചെയ്തു പോയിനാ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ഞാൻ നിങ്ങൾക്ക് കരുണ ചെയ്യൂ. 100 ആളെ കൊന്നാളുടെ തൗബ സ്വീകരിച്ചത് അടുക്കട്ടെ. 100 ആളെ കൊന്നാളുടെ മനസ്സിൽ മതി മോനെ 100 ആയില്ലേ, ഇനി തൗബ ചെയ്തൂടെ എന്ന് തോന്നിപ്പിച്ചു ഞാനല്ലേ തോന്നിപ്പിച്ചിന്. ഞാൻ ആരെങ്കിലും കൈവിടോ? ഞാൻ ആരെങ്കിലും തട്ടിക്കളയോ? നിങ്ങൾ ആര് ശപിച്ചാലും തട്ടിക്കളഞ്ഞാലും ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, ഞാൻ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അന ഇന്ദ ലന്നി അബ്ദി ബി, I am with you. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളോടുണ്ട്. തെറ്റ് ചെയ്തു പോയ എൻ്റെ അടിമകളെ എന്ന് ആ വിളീൻ്റെ ഒരു സ്നേഹം കണ്ട. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ തട്ടിയിട്ട് പള്ളീൻ്റെ മദർസ ജനൽ പൊട്ടി പരാതിയായിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് ഉസ്താദ് വന്നാൽ ഉപ്പ നേരെ വീട്ടിൽ വന്നിട്ട് പറയും, നിൻ്റെ മോനെ കൊണ്ട് കുടുങ്ങി. ആരെ? നിൻ്റെ യുവർ മോനെ കൊണ്ട്. വല്ല റാങ്ക് കിട്ടിയാലേ നമ്മളെ മോന് ഇതൊക്കെ പറയുള്ളൂ. അള്ളാഹ്ക്ക് അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല, അങ്ങനെ അവസരവാദ വർത്തമാനമൊന്നുമില്ല. തെറ്റ് ചെയ്തു പോയ എൻ്റെ അടിമകളെ എല്ലാ പാതിരാത്രിയും എല്ലാ ദിവസവും 1-ാം ആകാശത്തേക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം വരുമല്ലോ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, തെറ്റ് ചെയ്തവരും ഉണ്ടോ? ഉണ്ടാ ഇതാ ഞാൻ പൊറുക്കാൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അത് വറാത്തിന് ഫുൾ ടൈം ഉണ്ടാവും. സാധാരണ ദിവസം പാതിരാത്രി കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക, ബറാത്തിന് മഗ്‌രിബ് മുതൽ സുബഹി വരെ ഉണ്ടാവും. അതാണ് കാര്യം. എന്തൊരു കരുണയാണ് അള്ളാൻ്റെ. ശരിക്കും ഈ റമളാനിൽ ചെയ്യുന്ന അമൽ എന്തിനാണ് മുളാഫാക്കിയത് എന്ന് പറഞ്ഞാൽ, ഒരു റക്അത്ത് റമളാനിൽ നിസ്കരിച്ചാൽ 1000 റക്അത്തിൻ്റെ കൂലി, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1000 തസ്ബീഹിൻ്റെ കൂലി. ഇത് അറിഞ്ഞ ഒരു മനുഷ്യൻ തറാവി വേഗം തീരുന്ന പള്ളിയിൽ പോയിട്ട് ജോയിൻ ചെയ്യോ? ഇല്ല. 3 ചൊല്ലിയിട്ട് ഒരു 3000 തസ്ബീഹിൻ്റെ കൂലി റുകൂയിലും സുജൂദിലും വാങ്ങണം എന്നല്ലേ ചിന്തിക്കൂ. അള്ളാഹ് തന്ന തല അള്ളാഹിൻ്റെ മുമ്പിൽ 3 സെക്കൻഡ് വെക്കാൻ സമയമില്ലെങ്കിൽ നമ്മളെന്തിനാ ഈ തറാവിയെല്ലാം നിസ്കരിക്കണത്? കാര്യമായിട്ട് റക്അത്ത് കൗണ്ട് ചെയ്തിട്ട് എവിടെ അപ്ലോഡ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. പോട്ടെ, വിഷയത്തിലേക്ക് വരാം. എന്തിനാ അള്ളാഹു റമളാനിൽ ഒരു റക്അത്തിന് 1000 റക്അത്തിൻ്റെ കൂലി,
ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1000 സുബ്ഹാനല്ലാഹിന്റെ കൂലി. എന്തിനാ അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചെന്നറിയോ? അറിയോ? മനുഷ്യന്മാരായ എൻ്റെ അടിമകള് ചിലപ്പം തെറ്റ് ചെയ്ത് ഈ ഓവറായിട്ട് ആരെല്ലോ പറഞ്ഞു പോയിട്ടുണ്ടാവും. ഗീബത്ത് നമീമത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാ ഇബാത്തും വേറൊരാളിലേക്ക് പോയാൽ ഈ പാവങ്ങൾ മുഫ്ലിസ് പാപ്പറായി പോവും. അതുകൊണ്ട് അള്ളാഹ് കണ്ട ഒരു പോംവഴിയാണ്, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലി കൊടുത്താൽ ഈ ചങ്ങായി ആരെയൊക്കെ ജീവിതത്തിൽ അറിവില്ലായ്മയുടെ കാലത്ത് ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റക്അത്തിന്റെ 1000 കൂലിയിൽ നിന്ന് 1 കൊടുക്കുക, ബാക്കി 999 ആ പാവത്തിന്റെ ഏടിൽ തന്നെ വെക്കുക. എന്നിട്ട് ഓനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക. ഇതാണ് ഈ മുദാഅഫാക്കുന്നതിന്റെ താല്പര്യം എന്ന് അല്ലാമ ഫയ്യൂമി റഹിമഹുല്ലാ ഇമാം നൈസാബൂരി തങ്ങളെ ഉദ്ധരിച്ച് അത്തർഗീബ് വത്തർഹീബ് എന്ന മുന്തിരി ഇമാമിന്റെ കിതാബിന്റെ വ്യാഖ്യാനം ഫതുഹുൽ ഖരീബുൽ മുജീബിൽ എഴുതി വെക്കുന്നു. കരുണ, റഹ്മത്ത് അള്ളാന്റെ. എന്താലേ എന്തൊരു അള്ളാഹ് നിങ്ങൾ നോക്കി. തെറ്റൊക്കെ കുറേ ചെയ്തു പോയി ഒരു മനുഷ്യൻ, ആരും തിരിഞ്ഞോക്കണില്ല മരിച്ചതിന് ശേഷം. തെമ്മടി എന്നാണ് എല്ലാവരും അവിടെ പറയണത്. മൂസാ നബിക്ക് അള്ളാഹ് ഓർഡർ ഇട്ടു, അതിന് ഖസ്സിൽഹു കഫിൻഹു ദഫിൻഹു വസ്വല്ലിയല്ലേ എല്ലാം നിങ്ങൾ ചെയ്താളെ. ചെയ്ത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അതെന്താ മൂപ്പരെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ കാരണമെന്ന്. അള്ളാഹ് ഉത്തരം പറയാ, ഓൻ തെറ്റൊക്കെ ചെയ്തിന്. വയുക്കാലു ഇന്നഹു ഫാസിക്കും, നാട്ടുകാരുടെ കമൻറ്റിൽ ഫാസിക്കും തന്നെ ഉള്ളത്. പക്ഷെ മൂപ്പര് മരിക്കണതിൻ്റെ തൊട്ടുമ്പോൾ ഒരു 5 വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്ന് ഞാൻ മൂപ്പര് പറഞ്ഞത്, അള്ളാഹുവേ എനിക്ക് ഈ നല്ലവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂപ്പര് മെല്ലെ പറഞ്ഞു, ഞാൻ നല്ല ആളൊന്നല്ലേ, അതേ പറഞ്ഞേക്കാം, പക്ഷെ എനിക്ക് സ്വാലിഹികളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാർ, സ്വാലിഹികളെ ഭയങ്കര ഇഷ്ടം. മൂപ്പരെന്നെ അള്ളാഹിനോട് പറയാം, ഞാൻ നല്ല ആളൊന്നല്ലേ. 2 മൂപ്പര് പറയണത്, തെറ്റിയുന്ന ആളൊക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ മൂപ്പരെന്നെ അള്ളാഹിനോട് പറയുന്നുണ്ട്, ഞാൻ കുറേ തെറ്റെല്ലാം ചെയ്യലുണ്ട്. 3 മൂപ്പര് പറയാ, എന്നെ സ്വർഗത്തിൽ കടത്തിയോണ്ട് നിനക്ക് വല്ല കുറവും വരുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടട്ടാ, അങ്ങോണ്ട. എന്നെ നരകത്തിൽ കടത്തിയോണ്ട് നിനക്ക് വല്ല ലാഭവും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ലാഭം ഞാൻ കളയുന്നൊന്നുമില്ല, നരകത്തിൽ തന്നെ കടത്തിയാൻ. 5ാമത്തെ വർത്താനം എന്താ പറയുക, എനിക്ക് പുറത്തുനിന്നുകൊണ്ട് മലക്കളുടെ മുമ്പിലോ അമ്പിയാക്കളുടെ മുമ്പിലോ എനിക്ക് വല്ല ബോറും ഉണ്ടെങ്കിൽ, ഇത്രയും തമ്മാടിക്ക് നീ പുറത്തെടുത്തു എന്നല്ല അയാൾക്ക് വല്ല ബോറും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തേരൊന്നും വേണ്ട. ഞാൻ എന്താ കളിച്ചാൽ എൻ്റെ അള്ളാഹിനെ ഞാൻ ബോറാക്കൂല, അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ നിൽക്കൂല, ഞാൻ എന്നെ ബോറാക്കൂല, ആ പരിപാടിക്ക് നിൽക്കൂല. മൂസാ നബിനോട് അള്ളാഹു, ഇനി ഈ മോനിക്ക് ഞാൻ എങ്ങനെ പുറത്തു കൊടുക്കാണ്ടിരിക്കുക, ഓനെങ്ങനെ രക്ഷപ്പെടുത്താണ്ട്, ഓ സ്വർഗത്തിൽ. അള്ളാഹ് നമ്മളെന്താ വിചാരിക്കണത്, അള്ളാഹ് അവിടെ ഉണ്ടാവും. അന ഇന്ദുല്ലി അബുദീബി. ഈ അള്ളാഹിനോട് ഇനിയും നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോന്ന് തന്നെയല്ലേ പറയണ്ടത്, വേറെ എന്താ പറയണ്ടേ? എന്തൊരു റബ്ബാന്നറിയാം. നബി ഇബാദി, എൻ്റെ അടിമകൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക നബിയെ. എന്താ പറയേണ്ടത്, നിന്നെക്കുറിച്ച് എന്താ പറയേണ്ടത്? അൽ ഗഫൂറുർ റഹീം, പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞേക്ക്. അള്ളാഹിൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് അള്ളാഹ് തന്നെ ചെയ്യണത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് 114 ബിസ്മിയ ഖുർആനിൽ അള്ളാഹു സെറ്റ് ചെയ്തിരിക്കണത്. ഒന്നിൽ ഇല്ലാത്തതിന് മറ്റൊന്നിൽ 2 വെച്ചിന്. എന്താ ഈ ബിസ്മിൻ്റെ അർത്ഥം? ഖുർആനിലെ 1-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം എന്താ അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. ആരാണ് അള്ളാഹ്? അള്ളാഹ് എന്നെ പറയട്ടെ, വേറെ ആരെങ്കിലും പറയണ്ട, അള്ളാഹ് എന്നെ പറയട്ടെ. അർ റഹ്മാൻ അർ റഹീം, ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്നവൻ. ക്ലോസ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരലോകത്തേക്ക് പോകുമ്പോൾ ടെൻഷനാവാൻ സാധ്യത 2 കാര്യം ഓർത്തിട്ടായിരിക്കും. ഒന്ന്, വല്ല തെറ്റെല്ലാം ചെയ്തു പോയിന് ഉസ്താദെ, അത്രക്കും ഞാൻ ചെയ്തു പോയിന്, വല്ല തെറ്റ് പൊറുക്കൂന്നല്ലോ 1-ാമത്തെ ആദ്യം പറഞ്ഞേ. അന്ന് പിന്നെ ആ ടെൻഷൻ പോയി. പിന്നെ മനുഷ്യന്മാർക്ക് ടെൻഷനാവാൻ സാധ്യത, നമ്മളെ അടുത്തൊന്നും ഇബാദില്ല, ആകെ കുഞ്ഞ് ചെറിയ ഇബാദത്ത് തീരുന്നല്ലേ പറഞ്ഞത്, തീർന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ 3-ാമത്തെ ആയത്ത് അർ റഹ്മാനിർ റഹീം. ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാറ്റർ നോക്കിയിട്ടില്ലേ? ആവർത്തനം ഉണ്ടല്ലോ പ്രസംഗത്തിൽ എന്ന് ചിലപ്പോൾ പ്രഭാഷകർ ആവർത്തിക്കും പറയൂലേ. ഇത് ഖുർആൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 6666 ആയത്തിലെ 3-ാമത്തെ ആയത്ത് ഓതുമ്പോൾ തന്നെ ബിസ്മില്ല കട്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. ബിസ്മില്ല ഒഴിവാക്കി അർ റഹ്മാൻ റഹീം ആ നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതെന്തിനാന്ന് വെച്ചാൽ അള്ളാഹു ഏത് ചെറിയ നന്മയും സ്വീകരിച്ച് ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സമാധാനമാവും. അല്ലാ എന്തൊരു അള്ളയാന്നുള്ളൊരു സ്നേഹവും സമാധാനം ഉണ്ടാവും. പിന്നെ അടുത്തായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ അധിപനാണ് അല്ലാഹ്. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക, ആമസോണ്, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡങ്ങൾ, ഏഴാനാകാശം, ശുക്രൻ, ചന്ദ്രൻ, സൂര്യൻ, ഇങ്ങനെ മൊത്തം അഖിലാണ്ട ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിക്ക് സാധ്യതയുണ്ട്. ഞാനല്ല ഇത്രയും വലിയ ലോകം, ചെറിയ എടാ അങ്ങനെയൊന്നും ചിന്തിക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെ അർ-റഹ്മാനിർ റഹീം, അത് മാറണ്ട. അതിനാണ് ആയത്ത് അള്ളാഹു റിവേഴ്സ് അടിച്ചേക്കണത്. തഫ്സീർ റാസി, ഈ റബ്ബാണ് നമ്മൾ അള്ളാഹു. എന്തൊരു സ്നേഹമെന്ന് പറയാം അടിമകളോട്. ഇതിനാണ് റമളാൻ ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെ മാസം. എല്ലാ രാത്രിയും പകലും അള്ളാഹ് പുറത്തുതരും. പൊറുക്കാനായിട്ട് റമളാനിൽ ഒരാൾ തൗബയൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാലും മഗ്ഫിറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വലിയ തെറ്റ് പൊറുക്കണമെങ്കിൽ തൗബയും വേണ്ടി വരും. തെറ്റ് വേഗത്തിൽ പൊറുക്കാൻ പറ്റിയ 15 അമലുകൾ ഞാൻ പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. 1, ഒന്നാമത്തത് തെറ്റുകൾ പുറത്തു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട 15 അമലുകളെ കുറിച്ചാണ് പറയണത്. 1, ഇസ്ബാഉൽ വുളൂ, അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകുക. എപ്പോൾ? വുളൂഇൻ്റെ നേരത്ത്. എന്തായാലും നമ്മൾ വുളൂ എടുക്കാറുണ്ട്. ആ വുളൂ ചെയ്യുന്നത് മുഖം, കൈ, കാല്, ഇതാണ് നീട്ടിക്കഴുകേണ്ട അവയവങ്ങൾ. ബാക്കി ഒന്ന് തല തടവേണ്ടതാണ്, ചെവി പിന്നെ തടവാനുള്ളതാണ്. മുങ്കൈ പിന്നെ നീട്ടിക്കഴുകിയാൽ പിന്നെ മുങ്കൈ കഴുകൽ എന്ന് പറയൂലല്ല, മുങ്കൈ കഴുകിയാൽ മതി, അത്ര തന്നെ. മുഖം, 2 കൈയും കാലും നീട്ടിക്കഴുകുക. എങ്കിൽ അയാളുടെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടും, ഹറാമുകൾ മുഴുവനും പുറത്തു കിട്ടും. വുളൂഇൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ അതത് അവയവങ്ങളുടെ ഹറാമുകൾ പൊറുക്കുന്നതാണ്. കൈ കഴുകുമ്പോൾ കൈയുടെ ദോഷങ്ങൾ പൊറുക്കും, കാല് കഴുകുമ്പോൾ കാലുകൊണ്ടുള്ള ദോഷം പൊറുക്കും, തല തടവുമ്പോൾ തലയുടെ ദോഷം പൊറുക്കും. തലയുടെ ദോഷം അതേതാ ദോഷം? തലക്ക് മാത്രമായിട്ടൊരു ദോഷമുണ്ടോ? ഉണ്ടാവുമല്ലോ, ആൾക്കാരെ തലനെ കൊണ്ട് കളിയാക്കിയവരുണ്ടാവല്ലോ. ഓ വല്ല കളി അതുണ്ടാവുമല്ലോ, അത് ഓർക്കണ്ടേ. കിബറോടുകൂടി തലയിൽ കെട്ടിയതും പൊറുക്കേണ്ടത് അങ്ങനെയാണെന്ന് സുയൂത്തി ഇമാം നസായിക്ക് ശർഹ് എഴുതിയപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും, ചില ആളുടെ തലയിൽ കെട്ടിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, ഹൊയല ആയിട്ട്. അത് പൊറുക്കണ്ടേ? അത് പൊറുക്കണം. അപ്പം അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ടുള്ള വുളൂ, അങ്ങനെ വുളൂ എടുത്താൽ അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ അവരെ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് കാത്തിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എങ്ങനെയാ മറ്റു നബിമാരുടെ ഉമ്മത്തിൽ നിന്ന് തങ്ങളെ ഉമ്മത്തിന് വേറെ തന്നെ മനസ്സിലാവുക നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, എൻ്റെ ഉമ്മത്ത് വുളൂ എടുക്കുമ്പോൾ അവയവങ്ങളൊക്കെ നീട്ടി കഴുകിയിട്ടുണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തോള് വരെ നീട്ടി കഴുകും അത്രേ കൈ കഴുകുമ്പോൾ. അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് അവരെ കാത്തിരിക്കും. നമുക്കവിടെ എത്തണ്ടേ? തങ്ങളുടെ അടുത്ത് എത്തണം. അതിന് വുളൂഇൻ്റെ അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകണം. ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന 5 വിഭാഗമുണ്ട്. 1, തെറ്റിനെ നിസ്സാരമാക്കുന്നവർ. അതൊന്നും പ്രശ്നമില്ല, അതെല്ലാം നോക്കിയാൽ നടക്കുമെന്ന്. കോളേജെല്ലാം ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ, കല്യാണമല്ലേ, കുറച്ചൊക്കെ കണ്ടിട്ടില്ല എന്ന് നടിക്കണ്ടേ. 2, തെറ്റിനെ പരസ്യമാക്കുന്നവർ. ഹറാമ് ചെയ്യുക എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, ഹറാമ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. 3,
സ്ഥിരം തെറ്റ് ചെയ്യുന്നവർ എല്ലാ രാത്രിയും ലാസ്റ്റ് സീൻ ടുഡേ 12:54. 4 മുർത്തദ് എക്സ് മുസ്ലിം. 5 ബിദ്അത്തുകാർ. ഈ 5 എണ്ണത്തിന് ആട്ടി ഓടിക്കും. സ്വക്കൻ വബ്ബുദൻ പാടാണ്. റസൂലുള്ള പാവം ഹൗദുൽ കൗസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തങ്ങളോട് വേണ്ട നബിയെ കൊടുക്കണ്ടെന്ന്. തങ്ങൾക്ക് ശേഷം അവർ ചെയ്ത വൃത്തികേട് തങ്ങൾക്ക് അറിയായിട്ടാണ് അങ്ങനെ പറയാത്ര. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും അവിടെ. തുറന്നു അലയ്യ അമാലും ഉമ്മത്തി എന്നല്ല, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാം ഞാൻ കാണുമെന്നല്ലേ. ഈ ഫാസിക്കീങ്ങളുടെ തെറ്റൊന്നും തങ്ങളാകുന്ന ഷറഫാക്കപ്പെട്ട കണ്ണിന് കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾക്ക് വിഷമാക്കൂല. അതതിൻ്റെ തഹ്ക്കീക്ക്. അബ്ദുല്ലാഹി സിറാജി ഞങ്ങളുടെ സൂറത്തുൽ കൗസറിൻ്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം. ഇപ്പം അങ്ങനെ തഹ്ക്കീക്ക് വിശദീകരിക്കേണ്ട ഒരു ക്ലാസ് അല്ലല്ലോ. അപ്പോൾ വുളൂഇൻ്റെ അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകി വുളൂ കൊടുക്കണം. ഈ വയലിനെ കുറിച്ചിട്ട് കമൻ്റ് അല്ല ഇപ്പം വേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണ്. നല്ല വയലോട്ടോ. മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പലപ്പോഴും ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ദുനിയാവിലും അതിനെക്കൊണ്ട് ഉപകാരമില്ല, ആഖിറത്തിലും ഇല്ല. പിന്നെന്തേ തിരിച്ചു ചിന്തിക്കുക. വുളൂഇൻ്റെ അവയവങ്ങളൊക്കെ നീട്ടി കഴുകുക. എന്തായാലും ഒരു ദിവസം 4-5-6 വുളൂ എന്തായാലും എടുക്കണില്ലേ? ഉണ്ട്. അതൊക്കെ ഒന്ന് അവയവങ്ങളൊക്കെ നീട്ടി കഴുകി, മുഖമൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകി, കഴുത്തിൻ്റെ 2 സൈഡെല്ലാം കഴുകി, ഒന്ന് ഉരച്ച് കഴുകി, അങ്ങനെ ഒന്ന് ചെയ്തൂടെ? എന്തായാലും ഒന്നും എടുക്കണ്ടല്ലോ. അങ്ങനെ തീരുമാനിക്കണം. രണ്ടാമത് നമ്മൾ ദോഷം മുറുക്കാൻ പറ്റിയ അമൽ, നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് അതേപോലെ ഇരിക്കുക. ലോകത്ത് ഒരധ്വാനം ഇല്ലാതെ ദോഷം മുറുക്കാൻ പറ്റുന്ന അമലാണ് അതെന്ന് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ബത്വാൽ തങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ എളുപ്പമായി തെറ്റ് പൊറുക്കാൻ പറ്റിയ ഒരു കാര്യം ലോകത്തില്ല. നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരിക്കുക. പള്ളിയോട് വലിയ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് പള്ളീൻ്റെ സൈഡിലുള്ള ചുമരിനേക്ക് ചാരിയിരിക്കുന്നത്. കാരണം പള്ളി എടുത്തിട്ട് വർഷങ്ങളായി. ഇതെങ്ങാനും പൊട്ടി വീണാലോ എന്ന് ചിന്തിച്ച് ആ പള്ളിയോടുള്ള സ്നേഹം കീപ്പ് ചെയ്യുന്ന മനുഷ്യന്മാരെ ഞാനൊന്നും പറയണില്ല. അത് മനസ്സിലായി ഞാൻ പറഞ്ഞെന്താന്ന്? നാട്ടുകാർക്ക് മനസ്സിലാവും ആ ഭാഷല്ലോ. യെസ്. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇബ്ലീസ് മെസ്സേജ് അയക്കും, അല്ലാതെ നീ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, പോണ്ടേ. അത് നടക്കൂല എന്ന് കാണുമ്പോഴാണ് നടുവേന കാലുവേന എന്നാൽ വെറുതെ തോന്നും. നിസ്കരിച്ച സ്ഥലത്തിരിക്കുക, ഒരു അധ്വാനവും ഇല്ലാണ്ട്. അവിടെ ചെല്ലിയാലുള്ള കൂലി വേറെ ഉണ്ട്. നിസ്കരിച്ച സ്ഥലത്ത് അതേപടി ഇരുന്നാൽ മാദാമ ഫീ മുസല്ലാഹു, ആ നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ മലക്കൾ അല്ലാഹു മഗ്ഫിർ ലഹു, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കുന്ന ആരാ? മലക്കൾ. ആരോടാ ദ്വാരക്കുന്നത്? അള്ളാഹിനോട്. മലക്കളോട് ആ പണി ചെയ്യണം എന്നാരാ പറഞ്ഞത്? അള്ളാഹ് തന്നെ. എന്നിട്ട് അള്ളാഹ് ദോഷം പുറത്തു കൊടുക്കാണ്ടിക്കോ? ഇല്ല. കാരണം എന്തേ? വദുആ ഉൽ മലായികത്തി മർജുവുൽ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദ ഫതുൽ ബരി. അള്ളാഹ് ഏൽപ്പിച്ചല്ലേ, അള്ളാഹുടെ ദുആ സ്വീകരിക്കൂലേ? അള്ളാഹല്ലേ അവരെ ഏൽപ്പിക്കണത്. അപ്പോൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക. ചായക്ക് വെള്ളം വെക്കുക ഗ്യാസ് അടുപ്പിൽ, വേഗം പോയിട്ട് നിസ്കരിക്കുക. ഒറ്റയടിക്ക് തിരിച്ചു വന്നിട്ട് ബാക്കി ചായപ്പൊടി ഇടുക. ഈ സംസ്കാരമൊക്കെ നിർത്തിയിട്ട് ഒന്നടി ഇരുന്നിട്ട് ചൊല്ലുക. താത്തമാരോടാ പറയണത്, ഉമ്മമാരോടാ പറയണത്. അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫോൺ നോക്കും. എന്തേ? സ്വീകരിച്ചു എന്നുള്ള OTP വന്ന് കുറേ സമയമല്ല കാത്തുക്കുന്നു. OTP നോക്കല. നമ്മൾ നിസ്കരിച്ച സ്ഥലത്ത് അവിടെ ഇരിക്കുക, ഒരധ്വാനം ഇല്ലാണ്ട് ദോഷം പുറക്കും. മൂന്നാമത്തെ അമൽ ഇൻതിലാറുൽ ജമാഅത്ത് നിസ്കാരം കാത്തിരിക്കുക. ഉദാഹരണത്തിന് കുറച്ച് നേരത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ ഉള്ളെടുത്ത് തഹിയ്യത്തെല്ലാം നിസ്കരിച്ച് അവിടെ കാത്തിരിക്കുക. തഹിയ്യത്ത് നമ്മൾ പള്ളിയിൽ നിസ്കരിച്ചാൽ ആ പള്ളി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ആ പള്ളി അള്ളാഹിൻ്റെ അടുത്ത് സാക്ഷി വെക്കും. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ പള്ളി പറയും തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഈയിടെ ഒരാളെ പറ്റി കേട്ടു. അയാൾ എനിക്ക് പരിചയമുണ്ട്. അയാൾ നേരിട്ട് പറഞ്ഞതല്ല. അയാൾ ഏത് പള്ളി കണ്ടാലും വുളു എടുത്തിട്ട് തഹിയ്യത്ത് നിസ്കരിക്കും. ളുഹറിൻ്റെ സമയമൊന്നുമല്ല, അസറിൻ്റെ സമയമൊന്നുമല്ല, അതിൻ്റെ സമയമൊന്നുമല്ല. വുളു എടുക്കും, തഹിയ്യത്ത് നിസ്കരിക്കും. എന്താ അതിൻ്റെ കാരണം? മൂപ്പര് ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്തിന് പോയപ്പോൾ
ഒരു ഉറുദു ആല ഓടി വന്നിട്ട് ബാങ്ക് കൊടുത്തോട്ടെ എന്ന് അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു. കൊടുത്തു, പെർമിഷൻ കൊടുത്തു, ബാങ്ക് കൊടുത്തു. മൂപ്പരോട് ഇയാൾ ചോദിച്ചു, ഇത്രങ്ങൾ എന്താ ബാങ്ക് കൊടുക്കാൻ കാരണം? അത് ഈ ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേട്ട കല്ലും മരങ്ങളും ബാങ്ക് കൊടുത്താക്ക് വേണ്ടി സ്വർഗം കിട്ടാൻ സാക്ഷിക്കും എന്നാണല്ലോ. വലാ മദറുൻ വലാ ഹജറുൻ. അതെ, അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ കുറേ തവണ കൊടുത്തു. അതുകൊണ്ട് പരമാവധി പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് പോയിട്ട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇയാൾ മൂപ്പരോട് ചോദിച്ചു, അങ്ങനെ കുറേ ആയ ഈ പരിപാടി തുടങ്ങിയിട്ട്? എല്ലാം കുറച്ചേ ആയിട്ടുള്ളൂ എന്ന്. എത്ര പള്ളിയിൽ വാങ്ങിക്കൊടുത്തു? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. എത്ര? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. ഇത് കേട്ടതിന് ശേഷം മൂപ്പര് പറയാ, ഞാനിപ്പം നമ്മളെ കേരളീയ സാഹചര്യത്തിൽ ഒരു ഉസ്താദൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരു സാധാരണക്കാരനായതുകൊണ്ട് എല്ലായ്പ്പോഴും ബാങ്ക് കൊടുക്കാൻ വേറെ ഉസ്താദുമാർ ഔദ്യോഗിക ചുമതല ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു അധ്യാപകനായി എനിക്ക് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് നമുക്കും ഇതേപോലെ സാക്ഷിക്കാൻ ഒരു പള്ളി ആവട്ടെ എന്ന് കരുതി കണ്ട പള്ളിയിലെല്ലാം ഒന്നുകൊടുത്തിട്ട് വേഗം കയറി തഹിയ്യത്ത് നിസ്കരിക്കല പരിപാടി. അപ്പോൾ മൂപ്പരോട് വെച്ച്, കുറേ ആയ ആ സിയാറത്ത് കഴിഞ്ഞിട്ട് ഈ അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഈ തഹിയ്യത്ത് തുടങ്ങിയിട്ട്? ഇല്ല ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര പള്ളിയായി തഹിയ്യത്ത് നിസ്കരിച്ച്? അല്ല, അതിന് മാത്രം എണ്ണാനൊന്നായിട്ടില്ല, കുറച്ചായില്ലോ. എന്നാലും 800 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയാൻ? എന്തെങ്കിലും ഉണ്ടോ? വേണ്ടേ, നമുക്ക് വേണ്ടേ? ഇന്തിലാറുൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ ഇങ്ങനെ കാത്തുക്കുക. ഇബ്ലീസ് വിടൂല കേട്ടോ, വിടൂല. അതിനാണ് ഇബ്ലീസിൻ്റെ ചതിയെ നമ്മൾ ആദ്യം പഠിച്ചത്. വിടൂല, നമ്മളവിടെ ഇങ്ങനെ കാത്തുക്കുക. ദോഷങ്ങളിങ്ങനെ, ദോഷം പൊറുക്കുന്ന ഹറാമ് പൊറുക്കുന്ന പറയുന്നു. നമ്മുടെ ഹറാമുകൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അവിടെ ജമാഅത്തിന് കാത്തുന്നാൽ മതി. അതിനെക്കുറിച്ച് മാത്രം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് അതിമനോഹരമായ ഒരു കിതാബ് തന്നെയുണ്ട്. 4 സ്വലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് ഹദീസിലുണ്ടല്ലോ, ചെറുതും രഹസ്യവും പരസ്യവും ഏത് ദോഷവും പൊറുക്കുമെന്ന് ഹദീസിൽ കാണാം. തസ്ബീഹ്സ്കാരം അത് റമദാൻ 27-ന് പ്രത്യേകം നിബന്ധനയുള്ള ഒരു നിസ്കാരമൊന്നുമല്ല. സമയം കണ്ടെത്തിയിട്ട് നിസ്കരിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ഈ അടുത്തൊരു ഉമ്മാമ മരിച്ചുപോയി. 83-ാമത്തെ വയസ്സിലാണ് ആ പെണ്ണുങ്ങൾ മരിക്കണത്. അവരെല്ലാ ദിവസവും തസ്ബീഹ്സ്കരിക്കും. എല്ലാ ദിവസവും ളുഹാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 9:30-10 മണിക്ക് തസ്ബീഹ്സ്കാരം. എല്ലാ ദിവസവും തസ്ബീഹ്സ്കാരം നട്ടുച്ചക്ക് നിസ്കരിക്കാൻ പാടില്ല, 12 മണിക്കൊന്നും ഹറാമാണ്. കാരണം തസ്ബീഹ്സ്കാരം മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽ പെട്ടതാണ്. വെള്ളിയാഴ്ച ആ നിയമമില്ല, വെള്ളിയാഴ്ച ആ നട്ടുച്ചൻ്റെ നിയമമില്ല എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുകയല്ല, നമുക്ക് സമയം അനുവദിക്കുന്നില്ല അതിന്. തസ്ബീഹ്സ്കാരം ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന 4-ാമത്തെ ഒരു ഇബാദത്താണ്. 5 ഖിയാമു റമദാൻ, തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തോടെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ബുഖാരിയിലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ബുഖാരി. അയാളുടെ എല്ലാ തെറ്റും പൊറുക്കും. കൂട്ടുകാരായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെൺകൊടികളെ, ഒരൊറ്റ ദിവസത്തെയും നമുക്കുള്ള തറാവീഹ് ഒഴിവാക്കരുത്. ഇപ്പം പുതിയൊരു കോൺസെപ്റ്റ് വന്നതാ. ബീച്ചിലെ ഇഫ്താറിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണത്, ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഇഫ്താറിനെ കുറിച്ചല്ല പറയണത്. റമദാനിൽ ഹറാമുണ്ടാവാൻ വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ നമ്മളെ കുട്ടികൾക്ക്. റമദാനിൽ ഹറാമ് ചെയ്താൽ സാധാരണ കാലത്തുള്ള കുറ്റമല്ല കേട്ടോ, റമദാനിലെ ഹറാമ് കടുപ്പപ്പെട്ടതാണ്. റമദാനെങ്ങാനും എതിര് നമുക്ക് സാക്ഷി നിന്നാൽ, ഇവനിതാ ബീച്ചിലും പോയിട്ട് ഓൻ്റെ ക്ലാസ്മേറ്റ്സ് ആണും പെണ്ണും കൂടി ഇഫ്താർ നടത്തിയെന്നെങ്ങാനും റമദാൻ നമ്മളെക്കുറിച്ച് എതിര് സാക്ഷി നിന്നാൽ പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. റമദാനും ഖുർആനും ഒരാൾക്കെതിരായാൽ പിന്നെ അയാൾ രക്ഷപ്പെടൂലത്ര. ഞാൻ അതിനെക്കുറിച്ചല്ല പറയണത്. ഇപ്പം തുടങ്ങി അന്നാണ് തറാവീഹ് ഒരു 10 കഴിഞ്ഞാൽ വരിക, 4 കഴിഞ്ഞാൽ വരിക, 16 റക്അത്താകുമ്പോൾ വരിക. ആദ്യം വന്നാൾ തിരിച്ചു പോയി. ഇതെന്താ റിലേയാ, ബാറ്റം കൈമാറിയിട്ട് പോവാൻ? തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞിട്ട്
അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസു ഖുർആൻ ഓതുന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വേഗം തീരണം എന്നല്ല ഒരു വിചാരിച്ചേക്കുന്നത്. തറാവീഹിന് ശേഷം മാത്രം ഓതിയ ഖുർആൻ പാരായണം 3 ദിവസം കൊണ്ട് ഖത്മു തീർക്കും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം വഫാത്തായ ബുഖാരി വാങ്ങും. കണ്ടോ, അവരുടെ ഒക്കെ ഇബാദത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ മഹ്ശറിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു 4 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് വീട്ടിലേക്ക് പോവുക, അങ്ങനെയൊന്നും ആവരുത്. ഈ വർഷത്തെ 30 തറാവീഹും ഞാൻ 20 റക്അത്ത് കൃത്യം നിസ്കരിക്കുമെന്ന സ്ട്രോങ് തീരുമാനം നമ്മളങ്ങ് എടുക്കണം. എല്ലാം മൂത്രമെല്ലാം ഒഴിച്ച് അടിപൊളിയായി വുളു എടുത്ത് റമദാൻ്റെ രാത്രിയിലുള്ള കുളിയൊക്കെ സുന്നത്തായ കുളി എന്ന് കരുതി നേരത്തെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി ഇശാവും ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് തറാവീഹ് എന്ത് രസമുണ്ടാവും. വൽമുറാദു ബിഖിയാമി റമദാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാ അലാ ഇസ്തിഹ്ബാബിഹാ. ഈ ഹദീസിൽ പറഞ്ഞ നിസ്കാരം തറാവീഹ് എന്ന് ഇമാം പറഞ്ഞല്ലോ, ഫത്തുൽ ബാരി ഉദ്ധരിച്ചല്ലോ, മിർഖാത്തെടുത്ത് കൊണ്ടുവന്നല്ലോ. തറാവീഹ് നിസ്കരിക്കണം. ഈ തറാവീഹിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ എന്താ അള്ളാഹ്ക്ക് വേണ്ടി തറാവീഹ് നിസ്കരിച്ചാൽ എന്ന് പ്രത്യേകം ഹദീസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, മിക്കപ്പോഴും ആൾക്കാർ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഭാര്യ വീട്ടിൽ ഇപ്പോൾ ഉറങ്ങിയാൽ ഭാര്യൻ്റെ ഉമ്മയും ഭാര്യയും എന്തെങ്കിലും വിചാരിക്കും ഈ ചങ്ങായാലും കുറേ പഠിച്ചിട്ട് തറാവീഹ് ബോർ പരിപാടിയാണ്. സ്വന്തം പേർക്കൊന്നും ഉമ്മ എന്തായാലും വിടൂല. റോഡിൻ്റെ തെരുവിലിരുന്നാൽ നാട്ടുകാർ കളിയാക്കും. അതുകൊണ്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കലല്ലാണ്ട് രക്ഷയില്ലല്ല എന്ന് വിചാരിച്ച് പള്ളി പോണ്ടാണ്. അതാണ്ടാണ് മുഹ്തസിബൻ അല്ലെങ്കിൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞത് എന്ന് കിതാബുകളിൽ കാണാം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏത് കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അക്കാര്യം 90% ആൾക്കാരും ദുനിയാവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നാണ്. ഇപ്പം അത് വിശദീകരിക്കാൻ നേരമില്ല. അടുത്തത് ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയാൽ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കും. അടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ദിക്റിൽ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും. ഞാനിതൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു CM-കാരനായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചോദിച്ചു, തിന്നിട്ട് നമ്മൾ ദിക്റിൽ കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? തിന്നാനേതായാലും അള്ള തന്ന്, എന്നിട്ടും കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? അള്ളാൻ്റെ സ്നേഹം. ആ കുട്ടി പറയാം. ഓൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആ പാർട്ടും ആ എലമെൻ്റ് ആലോചിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ എന്ന് നമ്മൾ ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഈ ദിക്റിൽ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അയാളുടെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ ഓർക്കുമെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്ത് തെറ്റില്ലാത്ത നല്ല ജീവിതവും കൊടുക്കും. ഇത്തരത്തിലെ 16 കാര്യങ്ങളെ ഖുറത്തുൽ ഐനിൻ്റെ വ്യാഖ്യാനമായ നിഹായത്തു സൈൻ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അടുത്തത് 8-മത്തത് ഇമാമിൻ്റെ കൂടെ ആമീൻ എന്നുള്ളത്. വലല്ലാഹി കഴിഞ്ഞിട്ട് ആമീൻ ഇമാമിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ അയാളുടെ ദോഷങ്ങൾ ഓർക്കും. മലക്കൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയും. അപ്പോൾ നമ്മുടെ ആമീന് മലക്കളുടെ ആമീൻ്റെ കൂടെ ആയാൽ കഴിച്ചലാവും. മഹാന്മാർ മലക്കളുടെ ആമീൻ കേൾക്കാറുണ്ടെന്ന് ഷെഹ്റാൻ ഇമാമിൻ്റെ ലവാഖയിൽ വായിച്ചിട്ടുണ്ട്. അടുത്തത് നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ് സ്ഥിരം ചൊല്ലിയാൽ, അഥവാ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 100 പൂർത്തിയാക്കുന്ന ദിക്റും ചൊല്ലിയാൽ കടലിലെ നുരകളുടെ അത്രയും ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. 10-മത്തത് സുബഹി നിസ്കാരം ജമാഅത്തോടെ നിർവഹിച്ചാൽ അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അടുത്തത് ഹജറുൽ അസ്വദ് തൊട്ട് ചുംബിക്കലോടുകൂടി അയാളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കുകയും ഹജറുൽ അസ്വദ് ആഖിറത്തിൽ, ഹജറുൽ അസ്വദിന് ചുണ്ടും നാവൊക്കെ കൊടുക്കും, ആഖിറത്തിൽ പറയും അത്രേ ഇയാൾ എന്നെ ചുംബിച്ചിട്ടുണ്ട് എന്ന്. അയാൾക്ക് അതുവഴി സ്വർഗം കിട്ടുകയും ചെയ്യും. ഹജറുൽ അസ്വദിനെ കുറിച്ച് തന്നെ കിതാബുണ്ടല്ലോ. ഇനി തെക്കും തിരക്കും കൂട്ടിയിട്ട് ആൾക്കാരെ ഇടിച്ചും വീഴ്ത്തിയൊന്നും പോകാൻ പാടില്ല, അത് ഹറാമാണ്. അത്തരം സമയങ്ങളിൽ നമ്മൾ ഇഷാറത്താക്കി ചുംബിച്ചാൽ ഈ പ്രതിഫലം കിട്ടുകയും ചെയ്യും. 12-മത്തത് ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 തവണ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ എല്ലാ തെറ്റും ഒന്ന് പുറത്തു കൊടുക്കും അത്രേ.
ഡെയിലി 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഈ 100നെ കുറിച്ച് കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം ദർദരി തങ്ങൾ നജ്മുദ്ദീനുൽ ഖൈത്തി തങ്ങൾ എഴുതിയ അൽ ഇബ്തിഹാജ് എന്ന ഇസ്രാ മിഅ്റാജിൻ്റെ മൗലിദിന് എഴുതിയ വ്യാഖ്യാനത്തിൽ ഹാഷിയയിൽ പറയുന്നുണ്ട്, ഈ 100 എന്നുള്ള തുടർച്ചയായിട്ട് തന്നെ 100 ഒറ്റ ഇരുത്തത്തിന് ചൊല്ലണമെന്നൊന്നുമില്ല. രാവിലെ ഒരു 50, വൈകുന്നേരം 50 സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഡെയിലി 100 ചൊല്ലി പൂർത്തിയാക്കിയാൽ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറക്കും. വെറുതെ ലത്തീഫൊക്കെ ഔറാദായി കൊണ്ട് നടക്കുന്ന ആൾക്ക് സിമ്പിളായി അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ഈ വയല് കേൾക്കുന്ന മുഴുവൻ മോമിനീങ്ങൾ ഞാനടക്കം ചിന്തിക്കേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ളത് എല്ലാ ദിവസവും 100 ചൊല്ലണം എന്നുള്ളതാണ്. അടുത്തത് വുളൂഇന് ശേഷമുള്ള വുളൂഇൻ്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ അയാളുടെ ദോഷങ്ങൾ പുറക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും തോറും അയാളുടെ ദോഷങ്ങൾ പുറക്കും. തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരത്തോടുകൂടി അയാൾക്ക് ദോഷങ്ങൾ പുറക്കും. ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തേരുമാറാവട്ടെ. ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു നമ്മുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിൻ്റെ മഹ്ള് ഫളില് കൊണ്ട്, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരണേ റഹ്മാനെ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ശഅബാനാക്കല്ലേ റഹ്മാനെ. ഒരുപാട് ശഅബാനുകൾ ഇനിയും ഇനിയും നമ്മുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഇന്ന് നിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞതാണല്ലോ, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ അല്ലാ ഇത് നമ്മുടെ തൗബൻ്റെ സദസ്സാക്കണേ അല്ലാ. നമ്മളെ നന്നാക്കണേ അല്ലാ. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. നമ്മുടെ ഖൽബ് സലീമാക്കണേ അല്ലാ. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരല്ല അല്ലാ. ഇയാൾ മരിച്ചാൽ മതിയെന്നൊന്ന് ഭാര്യക്ക്, ഭർത്താവിന്, മക്കൾക്ക്, വീട്ടുകാർക്ക് തോന്നണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കല്ല റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും നീ സ്വർഗം സമ്മാനിക്കണേ റഹ്മാനെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നമ്മളെ നന്നാക്കണേ അല്ലാ. അല്ലാ അല്ലാ, നീ നമ്മളെ നന്നാക്കണേ അല്ലാ. നീ എങ്ങാനും നമ്മളെ തട്ടിക്കളഞ്ഞാൽ, കൈവിട്ടാൽ നമുക്കാരുമില്ലല്ലോ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ. നീ തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ, ഞാനല്ലാതെ വേറെ ആരാ പുറത്തേരിയ മക്കളെ, നീ തന്നെ ഉള്ളു റബ്ബേ. നീ നമുക്ക് പുറത്തു തരണേ അല്ലാ. നീ നമ്മളെ നിരാശരാക്കല്ലേ അല്ലാ. കൈവിടല്ല റഹ്മാനെ. നമ്മളാക്കിയെടുത്ത നമ്മുടെ ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, ഉമ്മ, ഉപ്പ, വേണ്ടപ്പെട്ടവർ, മുത്തഅല്ലിം കാലം മുതൽ സഹായിച്ചവർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളുടെ ഖബർ നീ സ്വർഗ്ഗാക്കണേ അല്ലാ. അല്ലാ, അവസാനം മരിക്കുന്ന സമയം ഇത്രക്കാലം നീ നമ്മളെ ഏറ്റെടുത്ത് ലാസ്റ്റ് മരിക്കുമ്പോൾ ഇബ്ലീസിന് കൊടുത്തേക്കല്ല റഹ്മാനെ. ആ സമയത്ത് നീ നമ്മളെ കൈവിടല്ല അല്ലാ. താങ്ങാവണേ റഹ്മാനെ, കാവലാളാവണേ റഹ്മാനെ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. നിങ്ങളെല്ലാ ദുആയിലുണ്ടാകും. ഞാൻ വേഗത്തിൽ പോകും. ട്രെയിൻ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഇനി തിരൂരിൽ എത്തുമ്പോഴേക്ക് നമ്മൾ എത്തണമല്ലോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.